അവിടെ എത്തുന്നവരെ എണ്ണ കുറച്ച് മതി കുഞ്ഞിയെ കേട്ടോ ഇതായിട്ട് ഉണ്ടാക്കിയിട്ട് വരുന്നതാണ് അതാണ് ഞാനൊരു പറ്റിപ്പോയത്. ഇപ്പോൾ ഈ ആധുനിക ലോകത്ത് ആരാണ് വന്നല്ല അറിയാമോ? നാമ്പുറം പേരിന് നമ്മളിവിടെ നോക്കിയിട്ട് അവിടെയാണ് അറിയാം.
നിങ്ങളെ രാവിലത്തെ ഒരു ആലസ്യമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. കാര്യത്തിൻ്റെയും സാഹചര്യങ്ങളുടെയൊക്കെ സമ്മർദ്ദം കൊണ്ട് അപ്പം താമസിച്ചു പോയി. ആരുമില്ലാത്ത സ്റ്റേജിൽ മുമ്പോട്ട് പോകാൻ എന്തായാലും നാഗമ്പളം എന്ന് പറയുമ്പോൾ നാഗമ്പളത്തിൽ ആദ്യമായിട്ട് വരുന്ന എത്ര പേരുണ്ട്? നന്നായി ഇങ്ങനെ പറഞ്ഞാൽ കോട്ടയത്തേക്ക് അല്ലേ? ശ്രീനാരായണ ഗുരുദേവൻ നടന്ന മണ്ണാണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം വിശ്രമിച്ചിരിക്കുന്ന ഒരു ശീതള ഛായയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള കേൾമാവിൻ്റെ ക്ഷേത്രം. ഈ ക്ഷേത്രത്തെക്കുറിച്ചും കേൾമാവിനെക്കുറിച്ചും കവികുമാര മന്ദിരത്തെക്കുറിച്ചും ഒക്കെ നമ്മുടെ വൈസ് ചെയർമാൻ സംസാരിക്കുമെന്നുള്ളത് ഞാൻ അറിയിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ക്ഷേത്രം സംബന്ധിച്ച് ഇതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും കാര്യങ്ങൾക്കെല്ലാം അദ്ദേഹം സ്ഥിരമായി ഇവിടെ വരുന്ന സന്ദർശകർക്കെല്ലാം ചരിത്രം പറഞ്ഞു കൊടുക്കുന്നത് സതീഷാണ്. എന്തായാലും വളരെ സന്തോഷം ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഈ പഠന യാത്രയിൽ നമ്മുടെ കോട്ടയം യൂണിയൻ്റെ അല്ലെങ്കിൽ ശ്രീനാരായണ ധർമ്മവർണ്ണേകേന്ദ്രത്തിൻ്റെ ഒരു സംസ്കാരമാണ്. ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ സാരഥികളാണ് നമ്മുടെ യാത്രയിൽ പ്രധാനം. കാരണം നമ്മളെ വണ്ടി കൃത്യമായി ഓടിച്ച് കൃത്യമായി ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എത്തിക്കുക എന്നുള്ളത് അവരുടെ കയ്യിലാണ്. വണ്ടിയുടെ ഒരു സാങ്കേതിക പിഴവ് കൊണ്ട് വേണമെങ്കിൽ നമ്മുടെ യാത്രയ്ക്ക് ബുദ്ധിമുട്ട് വന്നു. മാത്രമല്ല പലപ്പോഴും നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, എന്താ കാണിക്കാൻ പോകുന്നത്, നമ്മുടെ ഏരിയ കൂടെ പോകുന്നത് പലപ്പോഴും സാഹചര്യങ്ങൾക്ക് അറിയാനും പറ്റില്ല. അവിടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്കാരമാണ് ഇവിടെ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ സാരഥികൾ പ്രധാനപ്പെട്ടവരാണ്. നമ്മുടെ യാത്രയിൽ പ്രധാനപ്പെട്ട ആരാണെന്ന് ചോദിച്ചാൽ വേണുവും ചിത്തുവും വിഷ്ണുവുമാണെന്ന്. കാരണം അവരില്ലെങ്കിൽ അവർക്ക് പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വഴിയാണ്. പലർക്കും ഇങ്ങോട്ട് വരാൻ അത്ര പരിചയമുള്ളവർക്കേ പറ്റുള്ളൂ. വണ്ടി അവിടെ ഇട്ടിട്ട് നടത്താനൊക്കെ ശ്രമിക്കും. നാഗമ്പടം ധർമ്മപുരത്തിൻ്റെ കൺവീനർ രഞ്ജിത്ത് മറിയപ്പള്ളി, ഇവിടുത്തെ ഊർജ്ജസ്വലനായ പഠിതാവ് ശ്രീ സജി, നമ്മുടെ പ്രിയപ്പെട്ട ദിനു സന്തോഷ്, പ്രിയപ്പെട്ട ദിനു സന്തോഷ് പ്രഭാഷക, അതുപോലെ ഇന്നത്തെ ഇതിൻ്റെ അധിനായകന്മാരായിട്ടുള്ള വിഷ്ണു, ടിക്കു, വേണു അല്ലേ, പെട്ടെന്ന് ഒഴിച്ചു പോയി. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് എത്തിയിരിക്കുന്ന ധർമ്മപഠന ചേർത്തലയിലെ പ്രിയപ്പെട്ട ധർമ്മപഠന കേന്ദ്രത്തിലെ അംഗങ്ങൾ, സംഘത്തിൻ്റെ പ്രവർത്തകരെല്ലാവരും തന്നെയുണ്ട് അല്ലേ, അമ്പിളിയ പൂജി ഉൾപ്പെടെ പ്രസിഡന്റ്, സെക്രട്ടറി, എല്ലാം ഉണ്ട്. എല്ലാവർക്കും വളരെ നമസ്കാരം. വളരെ അവിചാരിതമായിട്ട് കാരണം എന്നോട് ചെയർമാൻ കൃത്യമായ കാര്യങ്ങളൊക്കെ വളരെ നേരത്തെ പറഞ്ഞതാണ്. എൻ്റെ സ്വാഭാവികമായ മറിവ് കൂടി ഇതൊക്കെ ഞാൻ മറന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ കവികുമാരൻ വന്നിട്ട് സാധനം കിടക്കുന്നു. രാവിലെ ഈ ശിവരാത്രിയുടെ പണം എണ്ണിത്തിട്ടുണ്ട്. എനിക്ക് അതൊരു മഹാത്ഭുത പ്രവർത്തനമാണ്. നമ്മുടെ കവികുമാര മന്ദിരത്തിൽ വെച്ചിട്ടാണ് ഞാൻ ഈ മനോജ് മാമോദിനെ ആദ്യമായിട്ട് കാണുന്നത്. ഞങ്ങൾ പലപ്പോഴും കണ്ടുമുട്ടുന്ന ഇങ്ങനെ നേർരേഖകളായി സഞ്ചരിച്ചുകൊണ്ട് ഇവിടെ വരുമ്പോഴൊക്കെ അദ്ദേഹം ഇവിടെ ഉള്ളപ്പോൾ ഇവിടേക്ക് വരാൻ കഴിയാറില്ല. അപ്പം ആ ചരിത്ര സംഗമത്തിന് കവികുമാരമന്ത്രി ഇപ്പോൾ സാക്ഷിയായി. അദ്ദേഹത്തെ ആദ്യമായി നേരിൽ കണ്ടത് ഇപ്പോഴാണ്. ഞാൻ കുറേ കാലമായിട്ട് അറിയാം. അസ്പ്രശാന്ത് സ്വാമി എടുത്തിരിക്കുക പ്രസാദ് സാർ ഞാനിവിടെ പോയപ്പോൾ അസ്പ്രശാന്ത് സ്വാമി ചോദിച്ച് അന്നോട്ട് ഞാൻ നോട്ടോട്ടിരിക്കുന്ന ഒരാളാണ്. എന്നോട് ചോദിച്ചു മനോജ് മാവുങ്കൽ എങ്ങനെ എന്നെ നോക്കി ചോദിച്ചു. ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരാൾ. അന്ന് തൊട്ട് ഈ ഭീകരനെ അന്വേഷിക്കാൻ നടക്കുകയായിരുന്നു. ഇതിൻ്റെ കൃത്യത വളരെ പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. എന്തായാലും ഈ ചരിത്രഭൂമിയിലേക്ക് നവാഗതരായി കുറേയധികം ആളുകൾ വന്നെന്ന് കണ്ടതിൽ വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് പകുതിയിലധികം ആളുകളും ആദ്യമായിട്ട് നാഗമ്പടത്തിൻ്റെ ഈ ചൈതന്യ ഭൂമിയിൽ വന്ന ആളാണ്. ഇവിടെ വെച്ച് കല്യാണം നടത്തിയ ആളാണ് നമ്മുടെ വനിതാ സംഘത്തിൻ്റെ നേതാവ് അല്ലേ, വിവാഹം ശോഭിനി അല്ലേ, ഇവിടെ വെച്ച് നടത്തുകയാണ്. ബാക്കി മിക്കവാറും ഒക്കെ പുതിയ ആളുകളുമാണ്. എന്തായാലും ഇവിടെ പ്രസാദ് സാർ സൂചിപ്പിച്ചതുപോലെ ഇത് ഭഗവാന്റെ പുണ്യഭൂമിയാണ്. ഈ പുണ്യഭൂമിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പം നിങ്ങൾ ഇഡലി കഴിച്ചു അല്ലേ, ഭക്ഷണം കഴിച്ചത് ഒരു ചരിത്ര ഭൂമിയിൽ ഇരുന്നുകൊണ്ടാണ്. നമുക്കറിയാം റെഡീമർ മോട്ടു ദുരന്തത്തിലാണ് മഹാകവി കുമാരനാശാൻ കാലയവനികയിലേക്ക് മറിയുന്നത്. അതിനു മുമ്പായിട്ട് അന്ന് ഇത് പ്രവർത്തിച്ചിരുന്ന ഈ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് ആചന്ദ്രതാര പ്രശോഭിനി സഭ എന്ന് പറയുന്ന ഒരു സഭ ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹത്തോടുകൂടി ഇവിടെ പ്രവർത്തിച്ചിരുന്നു. ആ ആചന്ദ്രതാര പ്രശോഭിനി സഭയുടെ കീഴിൽ അന്നത്തെ ഇതിൻ്റെ സെക്രട്ടറി ആയിരുന്ന ആളുടെ പേര് കുളങ്കരയിൽ ശങ്കുന. അദ്ദേഹം 4ഓളം കത്തുകൾ കുമാരനാശാൻ എഴുതി. എന്തിനാ ഇവിടെ ഒരു വിശേഷാൽ പൊതുയോഗം നടക്കുക, അതിൽ അധ്യക്ഷത വഹിക്കേണ്ടത് കുമാരനാശാനാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് എഴുതി. അപ്പം ആ സമയത്ത് കുമാരനാശാൻ ആലുവയിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറാകുകയായിരുന്നു. അപ്പം അവസാനത്തെ കത്ത്
കുളക്കരയിലെ ശംഖു ഈ ഇതിന്റെ സെക്രട്ടറി ആയിരുന്ന ആളാണ്, ആചന്ദ്രധാര പ്രക്ഷോഭന സഭയുടെ. അദ്ദേഹത്തെ എഴുതി, മിസ്റ്റർ ശംഖു, ഇനി നിങ്ങൾ എനിക്ക് കത്തുകൾ അയക്കേണ്ടതായിട്ടില്ല. കാരണം ഞാൻ തോന്നക്കലിൽ നിന്ന് ആലുവയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ആ യാത്രയിൽ തീർച്ചയായും ഞാൻ നാഗമ്പടത്ത് എത്തിച്ചേർന്നിരിക്കും. അതിനുശേഷം അഥവാ എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിലോ? അപ്പം മിസ്റ്റർ CB കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള മഹാരഥന്മാരൊക്കെ ഈ പുണ്യഭൂമിയിലുണ്ട്. SNDP യോഗത്തിന്റെ ഗുരുദേവന്റെ ഗൃഹസ്ഥ സന്യാസീഷ്യന്മാരെല്ലാം കടന്നുപോയ പുണ്യമണ്ണാണ് നാഗമ്പടത്തിന്റെ മണ്ണ്. അപ്പോൾ അവരെ വെച്ച് ഞാൻ എത്തിച്ചേർന്നില്ല, ഞാൻ തീർച്ചയായും എത്തിച്ചേരാൻ ശ്രമിക്കും, എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിലും യോഗം മുടങ്ങാതെ നടക്കണം എന്ന് കുമാരൻ ഇവിടുത്തെ സെക്രട്ടറിക്ക് അയച്ച കത്ത്. ഒരുപക്ഷെ ആശാന്റെ അവസാനത്തെ കത്ത് അതായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ തോന്നക്കലിൽ നിന്ന് പോകുന്ന യാത്ര ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി അങ്ങനെ പ്രത്യേകമായ ഒരു പന്തലിട്ടിരിക്കുകയാണ് ഇവിടെ സമ്മേളനം നടത്താൻ വേണ്ടി. ആ സമ്മേളനം നടക്കാൻ വേണ്ടി ഒരുങ്ങി കുമാരനാശാൻ എത്തുന്നില്ല. അപ്പോഴാണ് ആ വാർത്ത എത്തുന്നത്, കുമാരനാശാൻ കാലയവനിയിലേക്ക് റെഡീമർ ബോട്ട് ദുരന്തത്തിൽ മരിച്ചു എന്നുള്ള വാർത്ത വരുന്നത്. അങ്ങനെ അന്ന് അവിടെ കൂടി യോഗത്തിൽ തീരുമാനമെടുത്തു, കവി കുമാരമന്ദിരമെന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ച അതിന് പേരിട്ടു. ലോക ചരിത്രത്തിലെ കുമാരനാശാന്റെ ആദ്യത്തെ സ്മാരകത്തിന് ഒറ്റ പേരേ ഉള്ളൂ, അത് കവി കുമാരമന്ദിരം. അത് നിങ്ങൾ ഭക്ഷണം കഴിച്ച ആ ഹാളാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകതകളിൽ ഒന്നാണ്, ഒരുപാട് പ്രത്യേകതകളിൽ ഒന്നാണ് കവികുമാര മന്ദിരം എന്നുള്ള പ്രത്യേകത. പിന്നെ നമുക്കറിയാം 1928 SNDP യോഗത്തിന്റെ ഒരു വിശേഷാൽ പൊതുയോഗം ഇവിടെ വെച്ച് കൂടുകയുണ്ട്. ആ വിശേഷാൽ പൊതുയോഗത്തിലാണ് മഹാനായ SNDP യോഗത്തിന്റെ ആദ്യ നേതാക്കന്മാരിൽ പ്രമുഖനായിട്ടുള്ള ഡോക്ടർ പൽപ്പു. ആ ഡോക്ടർ പൽപ്പുവിനെ അദ്ദേഹത്തിന്റെ വസതിയിൽ പോയിട്ട് TK മാധവൻ ക്ഷണിച്ചു. അങ്ങനെ ഇവിടെ വന്ന് ഡോക്ടർ പൽപ്പു ആ യോഗത്തിൽ പങ്കെടുത്തു. ആ SNDP യോഗത്തിൽ ഡോക്ടർ പൽപ്പുവിന്റെ അവസാനത്തെ പൊതുയോഗം നടന്ന പുണ്യഭൂമി നാഗമ്പടത്തിന്റെ ഈ ചരിത്ര ഭൂമിയാണ്. ആ യോഗത്തിൽ മഹാനായ ഡോക്ടർ പൽപ്പു പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ 1928 നടന്ന ആ യോഗത്തോടനുബന്ധിച്ചാണ് ശ്രീനാരായണ ഗുരുദേവൻ 2 ദിവസം ഇവിടെ വന്ന് താമസിച്ചു. അന്നത്തെ കാലത്ത് നേതാക്കന്മാരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ഒരാഴ്ച കാലത്തോളം മിക്കവാറും എല്ലാ SNDP യോഗത്തിലെ നേതാക്കന്മാരും ഈ പുണ്യഭൂമിയിലുണ്ടായിരുന്നു. ആ യോഗത്തിൽ വെച്ചാണ് 1928 SNDP യോഗത്തിന്റെ ആ വിശേഷാൽ പൊതുയോഗത്തിൽ വെച്ചിട്ടാണ് ശ്രീനാരായണ ഗുരുദേവന്റെ തൃക്കരങ്ങൾ കൊണ്ട് 108 ശാഖകൾക്ക് ഈ മണ്ണിൽ വെച്ച് സർട്ടിഫിക്കറ്റ് നൽകിയത്. അപ്പം ആലങ്കാരികമായി പറയുമ്പോൾ SNDP യോഗത്തിന്റെ പ്രഭവ കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ അരിയുപ്പുറത്ത് നിന്ന് അത് ആരംഭിച്ചുവെങ്കിലും അതിന്റെ ഒരു ഔപചാരിക പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് നാഗമ്പടത്തിന്റെ മണ്ണാണ്. അപ്പൊ SNDP യോഗത്തെ ചലിപ്പിക്കുന്ന ലോകത്തിന്റെ പ്രഭവ ഭൂമി എന്ന് പറയുന്നത് നാഗമ്പടത്തിന്റെ മണ്ണാണ്. കാരണം എന്താ, അങ്ങേ തിരുവള്ളൂറിയ അൻപിൻവിനി യോഗം ഞങ്ങൾക്ക് ശുഭം ചേർത്തിടും ഈ ഞങ്ങളുടെ യോഗം. ആ ശുഭം ചേർത്തിടുന്ന യോഗത്തിന്റെ പ്രാരംഭ ഭൂമിയിൽ 108 ശാഖകൾക്ക് ഗുരുദേവൻ തൃക്കരങ്ങൾ കൊണ്ട് സർട്ടിഫിക്കറ്റ് നൽകിയത് ഈ പുണ്യഭൂമിയിലുള്ളത്. അതുപോലെ ഈ ചരിത്രഭൂമിയിലെ ഈ ക്ഷേത്രം നിങ്ങൾ സന്ദർശിച്ചു കാണും. ആ ക്ഷേത്രം പ്രതിഷ്ഠ നടത്തുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ അനന്തരഗാമിയായ ശിഷ്യൻ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമിജിയാണ്. വെള്ളി വേലോടുകൂടിയ ശിവശക്തിയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹവും നിർദ്ദേശവും പേറിക്കൊണ്ട ദിവ്യശ്രീ ബോധാനന്ദ സ്വാമിജികൾ പ്രതിഷ്ഠ നടത്തിയത്. ആ സമയത്ത് ശ്രീനാരായണ ഗുരുദേവൻ നിരന്തരമായി ഇവിടെ എത്തുമായിരുന്നു. കാരണം ഇവിടെ മീനച്ചിലാറിന്റെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി കൊള്ളുന്നത്. ആ മീനച്ചിലാറിന്റെ തീരത്ത് കുടികൊള്ളുന്നത് കൊണ്ട് തന്നെ ഈ മധ്യ കേരളത്തിലൂടെ വടക്കേ മലബാറിലേക്ക് ഇവിടെ ഗുരുദേവൻ സഞ്ചരിച്ചാലും ഈ തീർത്ഥഭൂമിയിൽ എത്തിയതിന് ശേഷമേ മഹാഗുരു സഞ്ചരിച്ചിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചരിത്രത്തിൽ എഴുതുമ്പോൾ ആലുവ പോലെ, അതുമല്ലെങ്കിൽ ഗുരുദേവന്റെ ആദ്യകാല ചരിത്രഭൂമികൾ പോലെ പരമപ്രാധാന്യമാണ് നാഗമ്പടത്തിന്റെ ഈ പുണ്യഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുണ്യഭൂമിയിൽ ശ്രീനാരായണ ഗുരുദേവൻ വന്ന് ഈ തേന്മാവിന്റെ സൗരത്തിലിരിക്കുമ്പോൾ അക്കാലത്ത് ഇവിടുത്തെ അർച്ചകന്മാരായിരുന്ന പുണ്യപ്രമുഖന്മാർ, നമ്മുടെ ജയവിജയന്മാരുടെ അച്ഛൻ മനോജ് കെ ജയന്റെ വല്യച്ഛനായിട്ടുള്ള ഗോപാലൻ തന്ത്രികൾ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൃഷ്ണൻ ശാന്തി എന്ന് പറയുന്ന ശാന്തി ഉൾപ്പെടെ ഗുരുദേവൻ ഇവിടെ വന്ന് ഈ തേന്മാവിന്റെ സൗരത്തിൽ ഇരിക്കുമ്പോൾ 108 പുഷ്പാഞ്ജലി മന്ത്രം ചൊല്ലിക്കൊണ്ട് ശ്രീനാരായണ ഗുരുദേവനെ ആരതി ഒഴിഞ്ഞ മണ്ണാണ് നാഗമ്പടത്തിന്റെ മണ്ണ്. അപ്പോൾ ഗുരുവിന്റെ പുണ്യചരിതം നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ അർച്ചന നടത്തുന്നത് പോലെ സ്വശരീരനായിരുന്ന മഹാഗുരുവിനെ പാതുകം കഴുകി അർച്ചന ചെയ്ത് കർപ്പൂരാധന 108 പുഷ്പാഞ്ജലി മന്ത്രങ്ങൾ ചൊല്ലിയ പുണ്യഭൂമിയുടെ പേരും നാഗമ്പടമെന്നാണ്. അപ്പൊ അങ്ങനെ ഉള്ള ചരിത്ര പുസ്തകങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രം നാം എല്ലാം അറിയുന്നു. ഇപ്പൊ ഈ നിങ്ങളിരിക്കുന്ന ഈ ഭൂമി ഇന്ന് അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ്. നമ്മുടെ സർക്കാർ 2 കോടി രൂപ അനുവദിച്ചുകൊണ്ട് അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായി നാഗമ്പടത്തെ പ്രഖ്യാപിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ വരുന്ന ആദ്യ തീർത്ഥാടകരിൽ ഒന്നാണ് ഈ ചേർത്തലയിലെ ധർമ്മപഠന കേന്ദ്രത്തിലെ അംഗങ്ങളായ നിങ്ങളെല്ലാവരും. ഇങ്ങനെ ഒരു ടീമായിട്ട് വരുന്നത് ആദ്യമായിട്ടാണ്.
ഒരുപാട് പേര് വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ടീമായിട്ട് വരുന്നത് ആദ്യ പഠനകേന്ദ്രക്കാരുടെ പേരും ധർമ്മഘടന ഈ അന്തർദേശീയ പഠനകേന്ദ്രമായി പ്രഖ്യാപിച്ചതിന് ശേഷം വരുന്ന ആദ്യത്തെ പഠന സംഘത്തിന്റെ പേര് ചേർത്തലയിൽ നിന്ന് വരുന്ന നിങ്ങളാണ്. ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോവുകയാണ്. കാരണം ഇത് ചരിത്രഭൂമിയിലേക്ക് ചരിത്ര ദൗത്യവുമായിട്ടാണ് ചേർത്തലയിൽ നിന്ന് ഇങ്ങനെ വന്നത്, കുമാരനെയും കണ്ടിട്ട് ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ് ശിവഗിരി തീർത്ഥാടനം എന്ന് പറയുന്നത്. നിങ്ങൾ ഇത് കഴിഞ്ഞ് പോകാൻ പോകുന്നത് അദ്വൈതാശ്രമത്തിലേക്കാണ്. അവിടെ വളരെ കുറച്ച് സമയമുള്ളൂ. അത് കഴിഞ്ഞ് പാറക്കലിന്റെ പുണ്യഭൂമിയിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് പോകുന്നത് ഇലവന്തിട്ടയിലേക്കാണ്. അവിടെ നിന്ന് മെഴുവേലി പോകുന്നുണ്ട് അല്ലേ, മെഴുവേലി ആനന്ദഭൂതേശ്വര ക്ഷേത്രത്തിലേക്ക് പോലെ അവിടെ ഉണ്ടായിരുന്ന ചെറിയ കുടുംബ സദസ്സുകളെല്ലാം പോയിട്ട് ഒരു കാര്യം പറഞ്ഞ് പ്രവർത്തിച്ച ഒരു വലിയ മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മൂലൂര് പണിക്കർ എന്ന. ചരിത്രത്തിൽ വേണ്ട പോലെ രേഖപ്പെടുത്താത്ത സരസകവിയായിട്ടുള്ള മൂലൂര് കുടുംബ സദസ്സുകളിൽ പോയിട്ട് പ്രസംഗിച്ചു, എന്താ നമുക്കും വേണം ഒരു തീർത്ഥാടനം. എന്റെയും നിങ്ങളുടെയും പഴയ തലമുറ അദ്ദേഹത്തെ വളരെ ആക്ഷേപിച്ചു. എന്തൊക്കെയാ ഇയാൾ വിളിച്ചു പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് വളരെ മോശമായിട്ട് മഹാനായ സഹോദരനെയപ്പനെ ആക്ഷേപിച്ചിട്ടുള്ളത് പോലെ തന്നെ അദ്ദേഹത്തെ ആക്ഷേപിച്ചു. ഇങ്ങനെ പുലഭ്യം പറയരുത് മൂലൂർ എന്ന് പറഞ്ഞു. ആ മഹാനായ മൂലൂര് ഒരുപാട് കുടുംബ സദസ്സുകളിൽ പോയിട്ട് നമുക്ക് തീർത്ഥാടനം വേണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തെ ആക്ഷേപിച്ചവരാ. ഇന്നും നമ്മുടെ പുതിയ തലമുറ വലിയ നോട്ടുമായിട്ട് പോകുന്നത് വലിയ വലിയ ആരാധനാ കേന്ദ്രങ്ങളിലേക്ക് മാത്രം. അതിന് തിരുത്തൽ ശക്തിയാകേണ്ടവരാണ് ത്യാഗമിട്ട് ഇവിടെ ഇരിക്കുന്ന ഈ ധർമ്മപ്രചാരകര്. ഗുരുവിന്റെ സത്തയിലേക്ക്, ഗുരുവിന്റെ പരമ്പരയിലേക്ക്, ഗുരു കാണിച്ച ധർമ്മ വഴിയിലേക്ക് കടന്നു വരേണ്ടവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എന്ന് പറയുന്നത്. ആ മൂലൂരിന് ഇവിടെ വരാൻ കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ 2 ശിഷ്യന്മാർ, അദ്ദേഹത്തിന്റെ ബന്ധുവായ മാലിയിൽ TK കിട്ടൻ റൈറ്റർ, അതുപോലെ വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യര് അവരിവിടെ വന്നു. എന്നാ 1928 ജനുവരി മാസം 16-ാം തീയതി 1928 ജനുവരി മാസം 16-ാം തീയതി ഈ മണ്ണിൽ ശ്രീനാരായണ ഗുരുദേവൻ വന്നിരിക്കുക. നിങ്ങൾ ഈ തേന്മാവിന്റെ ചുവട്ടില്, ആ തേന്മാവിന്റെ ചുവട്ടിൽ ചാരുകസേരയിൽ വടക്കോട്ട് അഭിമുഖമായിട്ട് മഹാഗുരു ഇരിക്കുന്നു. ഒരു സദസ്സ്, ഒരു പക്ഷേ ഇതുപോലൊരു സദസ്സ് അവിടെ ഉണ്ടായിരുന്നു. എവിടെ നിന്നൊക്കെയോ കേട്ടറിഞ്ഞു വന്ന സദസ്സ്. അവർക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. എന്താ? അപമാനങ്ങളിൽ നിന്നുമുള്ള ഒരു മോചനം, ഒരു സമൂഹത്തെ ഉണർത്തുവാനുള്ള ഒരു നിമിഷം അവിടെ കടന്നു വന്നു. മൂലൂരിന്റെ ആശയങ്ങളാണ്. ആ മൂലൂരിന്റെ ആശയവുമായിട്ട് വന്ന റൈറ്ററും വൈദ്യരും നിൽക്കുമ്പോൾ ഗുരു ചോദിച്ചു, നമ്മോട് എന്തെങ്കിലും ഉണർത്തിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ശിവഗിരിയിലേക്കുള്ള തീർത്ഥാടനം എന്ന് പറഞ്ഞു. അങ്ങനെയാണ്, കൊള്ളാം, തീർത്ഥാടനമോ ശിവഗിരിയിലേക്ക്, നല്ല കാര്യം, നമ്മുടെ കുഴൽ വെള്ളത്തിൽ കുളിക്കാം, അമ്മ ശാരദയെ വന്ദിക്കുക ചെയ്യാമെന്ന് പറഞ്ഞ് അനുവാദം കൊടുത്തു. പിന്നീടുള്ള കാര്യങ്ങളെല്ലാം ചരിത്ര സംഭവമാണ്. ഈ മണ്ണിൽ നിന്നുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്, അങ്ങ് കാശിയിലേക്ക് ആളുകൾ തീർത്ഥാടനത്തിന് പോകുന്നുണ്ട്, പളനിയിലേക്ക് തീർത്ഥാടനമുണ്ട്, തിരുപ്പതിയിലേക്ക് ആളുകൾ പോകുന്നുണ്ട്, വേളാങ്കണ്ണിയിലേക്ക് ആളുകൾ പോകുന്നുണ്ട്, മക്കയിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. അപ്രകാരം ഒരു തീർത്ഥാടനമാണ് എങ്കിൽ ഇനി ഈ രാജ്യത്ത് ഒരു തീർത്ഥാടനത്തിന് പ്രസക്തിയില്ല. നമ്മുടെ തീർത്ഥാടനത്തിന് ഉന്നം നാം ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളല്ല. പഠനയാത്രയ്ക്ക് രാവിലെ ചേർത്തലയിൽ നിന്ന് പുറപ്പെടണം. കുമാരനെ കണ്ടു തൊഴുത് ഗുരു പ്രതിഷ്ഠിച്ച കുമരകത്തെ കുമാരനുണ്ടല്ലോ, കുമരകം നാളെ വിശ്വപ്രസിദ്ധമായി തീരും. കട്ടപ്പുറത്ത് നിന്ന് മഹാഗുരു പറഞ്ഞപ്പോ കേട്ടു നിന്നവർ പൊട്ടിത്തിരിച്ചു. കോമഡി ഷോ കണ്ടതുപോലെ ഈ മഹാഗുരു എന്താ പറയുന്നത്? ഇന്ന് വിശ്വപ്രസിദ്ധമായിട്ട് കുമാരന്റെ മണ്ണ് മാറി അല്ലേ? ആ മണ്ണും കഴിഞ്ഞ് നാഗമ്പടത്തേക്ക് എത്തി, കുറിച്ചിയും കഴിഞ്ഞ് അങ്ങനെ കടന്ന് അങ്ങ് എന്താ പറയുന്നത്, ഇലവന്തിട്ടയും ഒക്കെ കഴിഞ്ഞ് വൈകിട്ട് മടങ്ങിപ്പോകും. ഇത്രയും നേരം ചെയ്തതൊക്കെ രീതി മാത്രമാണ്. രീതി ഒരിക്കലും ലക്ഷ്യമാവുന്നില്ല. നാളെയിലേക്ക് സാമൂഹ്യ ജീവിതത്തെ, വ്യക്തി കുടുംബ സാമൂഹ്യ ജീവിതത്തിൽ പരിവർത്തനം നടത്താനായിരിക്കണം ഈ ശനിയാഴ്ച ദിവസത്തെ ഈ ധർമ്മപഠന കേന്ദ്രത്തിന്റെ യാത്ര. അതിനുള്ള രീതികൾ മാത്രമാണ് പ്രസാദ് സാറിന്റെ നേതൃത്വത്തില്, അല്ലെങ്കിൽ വരദരാജൻ സാറിന്റെ നേതൃത്വത്തില് നിങ്ങളിങ്ങനെ കൂടി നിൽക്കുന്നത്. ഇതിൽ നിന്ന് ഉണ്ടാകേണ്ട ഉണർവെന്താ? ഇതെല്ലാം രീതികൾ മാത്രമാണ്. റൈറ്ററെ, വൈദ്യരെ, എന്താ വലിയ ആഘോഷപ്രിയരാണല്ലോ നമ്മള്. ഇത്രയും ഗുരുദേവൻ പറഞ്ഞ് തീർത്ഥാടനത്തിന് അനുവാദം നൽകി, യൂറോപ്യന്മാരുടെ ആണ്ടുപുറയ്ക്ക് പൊക്കോളാൻ പറഞ്ഞ്, മഞ്ഞവസ്ത്രം ധരിച്ചോളാൻ പറഞ്ഞപ്പോ, ലാളിത്യം ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും സന്തോഷമായി. അടിച്ചു വിളിക്കാൻ നിൽക്കുന്ന ഒരു സമൂഹത്തോട് പറഞ്ഞു, ഇത്രയും നേരം നാം പറഞ്ഞത് രീതികൾ മാത്രമാണ്, രീതി ഒരിക്കലും ലക്ഷ്യമാവുന്നില്ല. എന്ത് കർമ്മം ചെയ്യുമ്പോഴും വ്യക്തമായ ലക്ഷ്യമുണ്ടാവണം, ഉദ്ദേശമുണ്ടാവണം. റൈറ്റർ എഴുതിയെടുക്കുക. അവിടെയാണ് ലോക ചരിത്രത്തിൽ ഇന്ന് വരെ സമാനതയില്ലാത്തൊരു തീർത്ഥാടനത്തിന് ഇതാ ഈ തേന്മാവിന്റെ ചുവട്ടിൽ വെച്ച് ഒരു 3:30 മണിക്ക് വൈകുന്നേരം മഹാഗുരു ഇരിക്കുമ്പോൾ ലോകത്തിനായിട്ട് പകർന്നു നൽകിയത് 1 വിദ്യാഭ്യാസം, 2 ശുചിത്വം, 3 ഈശ്വരഭക്തി, 4 സംഘടന, 5 കൃഷി, 6 കച്ചവടം, 7 കൈത്തൊഴിൽ, 8 സാങ്കേതിക പരിശീലനം എന്ന അഷ്ടാംഗ മാർഗം പറഞ്ഞുകൊണ്ട് ഈ മണ്ണിൽ നിന്നുകൊണ്ട്
കൊണ്ടാണ് ലോക ചരിത്രത്തിൽ സമാനതയില്ലാത്ത ശിവഗിരി തീർത്ഥാടനത്തിന് ശ്രീനാരായണ ഗുരുദേവൻ അനുവാദം നൽകിയത്. ആ പുണ്യഭൂമിയിലേക്കാണ് ഒരുപറ്റം ആളുകൾ നവാഗതരായിട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഇവിടെ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ആചാര്യൻ എന്ന് പറയുന്നത് ബോധാനന്ദ സ്വാമിജിയാണ്. ആ ബോധാനന്ദ സ്വാമിജിയുടെ കഴിഞ്ഞ മഹാസമാധി സമയം രാവിലെ 3:30 ആ 3:30 56 പേരടങ്ങുന്ന സംഘമാണ്. അവർ പോലും അറിയാതെ അഹമ്മദാബാദിൽ നിന്ന് ബോധാനന്ദ സ്വാമിജിയുടെ ചിത്രം വെച്ചെടുത്ത് വന്ന് നമസ്കരിച്ച് പ്രാർത്ഥിച്ചത്. ഈ ഭൂമിയുടെ ചൈതന്യത്തെക്കുറിച്ച്, ഗുരുദേവന്റെ ശിഷ്യപരമ്പരയുടെ ചൈതന്യത്തെക്കുറിച്ച് പറയുക. 102ാമത് കുമാരനാശാന്റെ ചരമവാർഷിക ദിനത്തിന്റെ ആ റെഡീമർ ബോട്ട് ദുരന്തത്തില് കുമാരനാശാൻ മരിക്കുമ്പോൾ ഓർക്കുക, ആ റെഡീമർ ബോട്ട് ദുരന്തത്തിൽ കുമാരനാശാൻ കയറിയ അന്ന് ഈ കഴിഞ്ഞ 102ാമത് ചരമദിനത്തിന് മുമ്പുള്ള 2 ദിവസം മുമ്പ് 102 പേരാണ് കൊല്ലത്ത് നിന്ന് ഇവിടേക്ക് വന്നത്. സാരഥിമാരുൾപ്പെടെ 105 പേരുണ്ടായിരുന്നു. 102 പേര് വന്ന് ഇവിടെ ഇരുന്നു. കാരണം ഇത് അവാജ്യമായ ശ്രീനാരായണ ഗുരുദേവന്റെ അനശ്വരമായ അനന്തമായ കൂടി ചൈതന്യമുള്ള മണ്ണാണ് നാഗമ്പടം. ആ നാഗമ്പടത്തെ കുറിച്ച് എന്റെ ചുരുങ്ങിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്തേ. ധർമ്മം ചെയ്യട്ടെ. വ്യത്യസ്ത പ്രഭാഷണത്തിനായി നാം അതുകൊണ്ട് അതെങ്ങനെ കൈകാര്യം ചെയ്തോന്ന് എത്ര മണിക്കൂറിൽ അവസാനിപ്പിക്കുന്നത്? സാധാരണ പോകുമ്പോൾ 1-1.5 മണിക്കൂറൊക്കെ പോകുന്നത്. ഇങ്ങനെ സാധാരണ വരുന്നതിലേക്ക് ഒരുപാട് യാത്രയുണ്ടല്ലോ. അപ്പോൾ ഇവിടെ വരാനും ഇവരെയൊക്കെ കാണാനും നാഗമ്പടം ക്ഷേത്രത്തിൻ്റെ ഈ പരിപാവനതയിൽ ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിച്ച ആ ഭാഗ്യ നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സുഹൃത്ത് സജേഷ് മണല് വളരെ വിശദമായും ഭംഗിയായും ഒരു പ്രഭാഷകന്റെ എല്ലാവിധ ഭാവഹാവാദികളെയും ചാതുര്യത്തോടുകൂടി ഈ പ്രദേശം പറഞ്ഞു. ഇത് നമുക്കൊന്നും ഇവിടെ പഠിക്കാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും കോട്ടയത്ത് വന്ന് ഈ ആദ്യത്വം സ്വീകരിച്ചപ്പോൾ കോട്ടയംകാരുടെ പ്രത്യേകത പറയേണ്ടത്. കോട്ടയംകാർക്കുള്ള പ്രത്യേകത എന്താണ് എന്നുള്ള കോട്ടയംകാരോട് പറയണം. കോട്ടയം എന്താകുമ്പോൾ കേരളത്തിൻ്റെ അക്ഷര ജില്ലയാണ് അല്ലേ? സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ നഗരവും ആദ്യത്തെ ജില്ലയും എല്ലാം എന്താകുന്നു കോട്ടയമാണ്. ഒരു കാലഘട്ടത്തിൽ പത്രങ്ങളും മാസികകളും എന്ന് പറയുക വാരികകളും എല്ലാം തുടങ്ങിയിരുന്നത് എവിടുന്നായിരുന്നു. നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിൽ സീരിയലൊക്കെ ലഭിക്കാതിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ കണ്ണൂരിലേക്ക് 1 രൂപയ്ക്ക് മംഗളം എന്ന് പറഞ്ഞൊരു വാരിക വരും. ഞാൻ വായിക്കുന്നു. അതിലെ നോവലുകളിങ്ങനെ കണ്ടച്ച വായിക്കാൻ വേണ്ടി കാത്തിരിക്കും. മനോരമ, അതുപോലെ പ്രസിദ്ധീകരണങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. മനോരാജ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മലയാള മനോരമ പത്രത്തിൻ്റെ നാട് കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കോട്ടയം എന്തുകൊണ്ട് അക്ഷരത്തിൻ്റെ ലോകത്തേക്ക് കൂടുതൽ വ്യാപരിക്കും? 1. 2, ഈ കോട്ടയം എങ്ങനെ ഗുരുദേവനുമായിട്ട് ബന്ധം വന്നു? 2 കാര്യങ്ങളാണ് എനിക്കിത് പറയാനുള്ളത്. 1, ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശം കൊണ്ട് ധന്യമായ ഈ നാട് ഗുരുവിൻ്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള അറിവാണ് ഈശ്വരൻ എന്നുള്ളത് പകർന്നെടുത്തു നമ്മളെക്കാളും മുൻപേ തന്നെ. അതുകൊണ്ട് അവർക്ക് എന്ത് പറ്റി? അക്ഷരങ്ങളുടെ ലോകത്ത് കൂടുതൽ വ്യാപരിക്കാൻ സാധിക്കും, അറിവിൻ്റെ ലോകത്ത് കൂടുതൽ വ്യാപരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. 2, ഗുരുദേവനിലേക്ക് കൂടുതൽ എടുക്കാൻ കാരണം ഞാനിപ്പോൾ വണ്ടിയിൽ പോകുന്നപ്പോൾ പറഞ്ഞു, ചേർത്തലയിൽ 1 കിലോമീറ്ററിനകത്തൊരു 4 ക്ഷേത്രങ്ങൾ ഏറ്റവും കുറഞ്ഞത്, ഒരു 3-4 ക്ഷേത്രങ്ങൾ 1 കിലോമീറ്ററിനകത്ത് കാണും. പിന്നെ അത് കൂടാതെ അനവധി കൊച്ചു ക്ഷേത്രങ്ങൾ വേറെ കാണും. എന്നാൽ കോട്ടയംകാരെ സംബന്ധിച്ചിടത്തോളം ഈ നഗരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 2 ശിവക്ഷേത്രങ്ങളാണ്. ഒന്ന് തിരുനക്കര മഹാദേവ ക്ഷേത്രവും പിന്നെ മറ്റൊന്ന് ഈ നാഗമ്പട ക്ഷേത്രവും. ശിവനാരാകുന്നു ശിവൻ അറിവിൻ്റെയും നാട്യങ്ങളുടെയും നടനങ്ങളുടെയും ഒക്കെ ദേവനാണ്. ആ ദേവൻ 2 എണ്ണം വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കോട്ടയം നഗരത്തിൽ. അതും ഒരു പ്രത്യേകത. ശ്രീനാരായണ ഗുരുദേവനോട് ബന്ധപ്പെടാൻ കഴിയും ഈ 2 ക്ഷേത്രങ്ങളില്ലാതെ ഓരോ കുഞ്ഞു ക്ഷേത്രങ്ങൾ ഞാനീ നടന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ക്ഷേത്രങ്ങളുടെ കുറവ്, അത് കാരണം എന്ത് സംഭവിക്കുന്നു? ഗുരുദേവനിലേക്ക് കൂടുതലുള്ള അടുപ്പം. ഇങ്ങനെ 2-3 പ്രത്യേകതകൾ ആർക്കുണ്ട്? കോട്ടയംകാർക്കുണ്ട്. അപ്പോൾ കോട്ടയംകാർക്ക് നിന്ന് പലതും നമുക്ക് പഠിക്കുവാനുണ്ട്. ചേർത്തലക്കാർക്ക് കോട്ടയംകാരേക്കാളും വിപ്ലവ ആവേശം കൂടുതലാണ്, രാഷ്ട്രീയ ബോധം കൂടുതലാണ്. കേരള രാഷ്ട്രീയത്തിലേക്ക് പ്രഗത്ഭരായിട്ടുള്ള അനവധി പേരെ സംഭാവന ചെയ്തത് ചേർത്തലയാണ് കോട്ടയത്തേക്കാൾ. കോട്ടയത്ത് ഒരു എന്താണ് ഉമ്മൻചാണ്ടിയും BN വാസവനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും നമ്മുടെ PT ചാക്കോയും ഒക്കെ ചരിത്രത്തിലുണ്ടെങ്കിലും VS അച്യുതാനന്ദനെയും AK ആന്റണിയെയും വയലാർ രവിയെയും TV തോമസിനെയും പോലുള്ള രാഷ്ട്രീയ മഹാരഥന്മാർക്ക് സംഭാവന ചെയ്തത് ആലപ്പുഴയാണ്. അപ്പോൾ എന്താ സംഭവം? ആലപ്പുഴ ജില്ലയിൽ പ്രത്യേകിച്ച് ചേർത്തലക്കാർക്ക് രാഷ്ട്രീയ ബോധം കൂടുതലാണെങ്കിലും ആത്മീയ കാര്യത്തിൽ ഇത്തിരി പിറകിലാണ്. ഈ ആത്മീയ കാര്യം എവിടെ നിന്ന് പഠിക്കാനാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്? നേരെ വേമ്പനാട്ട് കായലിൻ്റെ കിഴക്കേ തീരത്തുള്ള കിഴക്കുവശത്തുള്ള കോട്ടയംകാരോട് ഇല്ലാത്തവരുടെ അടുത്ത് മേടിക്കണമല്ലോ. ഇല്ലാത്തവരുടെ അതാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെ ഇല്ലാത്തവരുടെ അടുത്ത് മേടിക്കാൻ വേണ്ടിയാണ് ശ്രീനാരായണ ധർമ്മപഠന കേന്ദ്രം
കോട്ടയത്ത് നിന്ന് നമ്മളെ കൊണ്ടുകൊണ്ടിരിക്കുന്നത് ചേർത്തലയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ യാത്ര ഇപ്പോൾ നടക്കുന്നത്. മൊത്തം കോട്ടയത്ത് കൂടിയാണ് അല്ലേ, പത്തനംതിട്ടയിലേക്ക് കയറുന്നത് അല്ലേ സ്വല്പം. അപ്പോൾ കോട്ടയത്തെ കൂടി നിരവധി തീർത്ഥാടനം നമ്മൾ നടത്തിയിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ തീർത്ഥാടനം എന്ന് പറയുന്നത് തിരുപ്പതിയും നമ്മുടെ വേളാങ്കണ്ണിയും മൂകാംബികയും ഒക്കെയാണ് തീർത്ഥാടനം. പക്ഷേ ഇതുപോലുള്ള തീർത്ഥാടനം നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിരിക്കും. ഇപ്പോൾ ഒരു തീർത്ഥാടനം നമ്മുടെ എറണാകുളം ജില്ലയിലൂടെ കടന്നു പോയത്, ഇനി അടുത്തത് കോട്ടയം ജില്ലയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഈ തീർത്ഥാടനത്തിൽ ഓരോ ഭാഗങ്ങളിലും കണ്ടുപിട്ട് അറിവ് ശേഖരിക്കുകയാണ്. അറിവിൻ്റെ തീർത്ഥാടനമാണ്. ആ തീർത്ഥാടനത്തിൻ്റെ ആദ്യത്തെ അറിവ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നു. അതിന് നമുക്ക് നല്ല ഒരു ആതിഥേയത്വം നൽകിയ കോട്ടയം ശ്രീനാരായണ ധർമ്മപഠന കേന്ദ്രത്തിൻ്റെ ഈ സംഘാടകർക്ക്, പ്രസാദ് സാറിന്, സുരേഷിന്, പ്രിയപ്പെട്ട രഞ്ജിത്തിന് എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി പറയേണ്ട വരദരാജൻ്റെ ചുമതലയായതുകൊണ്ട് നന്ദി അദ്ദേഹം പറയട്ടെ. ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അവസാനിപ്പിക്കുകയാണ്. ഏറെക്കുറെ ചുരുങ്ങിയ രീതിയിൽ ഇന്ത്യയിലെ ആദർശസ്പർശം കൊണ്ട് പരിപാവനമായ ഈ നാളത്തെ നമ്മുടെ ചേർത്തല പഠന കേന്ദ്രത്തിൻ്റെ പഠിതാക്കളോടൊപ്പം എത്തിച്ചേരാൻ കഴിയുന്നു. എനിക്കും അതീവ ധന്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സതീഷ് സാറിവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു അന്തർദേശീയ പഠന കേന്ദ്രം ആയതിൽ പിന്നെ എത്തുന്ന ആദ്യത്തെ ഒരു പഠന സംഘം എന്ന ഒരു പ്രത്യേകതയുള്ള ആ ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ നമ്മുടെ ഈ പഠന ഗ്രൂപ്പിൽ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. അത് നമ്മൾ ഓരോരുത്തർക്കും അഭിമാനിക്കാം. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഇത്രയും ഈ ഒരു നാഗമ്പടം ക്ഷേത്രത്തിനോടൊക്കെ അനുബന്ധിച്ച് നമ്മുടെ ഈ പഠിതാക്കൾക്ക് ഈ പഠന സംഘത്തിന് ഇത്രയും ഊഷ്മളമായ ഒരു സ്വീകരണവും പ്രഭാത ഭക്ഷണവും അതേപോലെ മാർഗനിർദ്ദേശങ്ങളും ഒക്കെ വന്നു പ്രസാദ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ശക്തമായ ടീമാണ്. അതുകൊണ്ട് ഈ പഠന കേന്ദ്രത്തിൻ്റെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ അദ്ദേഹത്തെ പ്രസാദ് സാറിന് പ്രത്യേകമായി നന്ദി കൊടുക്കുന്നു. അടുത്തതായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ പഠന കേന്ദ്രത്തിൻ്റെ കോർഡിനേറ്റർ ശ്രീ മനീഷ് മാവുങ്കൽ സാറാണ്. സാറിനും നമ്മളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് ശ്രീ രഞ്ജിത്ത് സാറാണ്. രഞ്ജിത്ത് സാറ് നമ്മളോടൊപ്പം പഠനയാത്രയിൽ നമ്മളോടൊപ്പം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. സാറിനും ഈ ചേർത്തല പഠന കേന്ദ്രത്തിൻ്റെയും നമ്മളുടെ ഓരോരുത്തരുടെയും പേരിൽ വ്യക്തിപരമായും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് സതീഷ് മണ്ടേൽ സാറാണ്. തീർച്ചയായിട്ടും യൂട്യൂബുകളിലൂടെയൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുള്ള ഒരു പ്രഗത്ഭനായ വാഗ്മിയാണ് സതീഷ് സാറ്. അദ്ദേഹം നമ്മളെ അഭിസംബോധന ചെയ്യാനും നമ്മളോട് ഓരോ വാർത്തകൾ സംസാരിക്കാനും വ്യക്തി എന്നുള്ളത് തന്നെ ഇത്തരം പഠന യാത്രകളോട് എത്രത്തോളം പ്രതിബദ്ധതയാണ് ഈ കോട്ടയം യൂണിയനും നമ്മുടെ കോട്ടയം പഠന തെളിവാണ്. ഈ നമ്മുടെ പഠന കേന്ദ്രം ചേർത്തല പഠന കേന്ദ്രത്തിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും വ്യക്തിപരമായ പേരിലും സതീഷ് സാറിന് ഇതേപോലെ അതോടൊപ്പം നമ്മുടെ ഈ യാത്രയിലുടനീളം നമ്മൾ നയിക്കുന്ന സാറുകൾ നമ്മുടെ പഠനകേന്ദ്രത്തിൻ്റെ പേരിൽ ഞാൻ അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങൾ ഓരോരുത്തർക്കും നമുക്ക് പറയേണ്ട ആവശ്യമില്ലെങ്കിൽ ഒരു ഔപചാരികയുടെ പേരിൽ ഞാൻ നന്ദി.
രാവിലെ വിദ്യാശ്രമം എന്ന പുണ്യസങ്കേതത്തിലാണ്. ഇത് പുനർനിർമ്മിച്ച ധ്യാന മണ്ഡപത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു ചെറിയ മുറികളോട് കൂടിയ ഒരു വീടിന്റെ ഒരു ഭവനത്തിന്റെ ശൈലിയിലാണ് നിർമ്മാണം. അന്നത്തെ കാലത്ത് ഒരു ഫോട്ടോയിലൊക്കെ ഇപ്പോൾ ഗംഭീരമായ നല്ല തണുപ്പൊക്കെ കിട്ടുന്ന ഇരിപ്പിടം ഇവിടെ നിങ്ങൾ ഇരിക്കുന്ന തടിയുടെ പുറത്താണ്, ടൈലല്ല കേട്ടോ. ഇത്ര മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ധർമ്മ ചൈതന്യ സ്വാമികളായിരുന്നു ചുമതല വഹിച്ചിരുന്നത്. ഇപ്പോൾ ആലുവ ആശ്രമത്തിന്റെ ചുമതലയാണ്. ആലുവ അദ്വൈത ചുമതല പല പ്രാവശ്യം വഹിക്കുകയും ഗംഭീരമായി നമുക്കെല്ലാം അവിടെ ചെന്ന് സുഗമമായി ദർശനം നടത്തുന്നതിനും ഒക്കെ പങ്കെടുക്കുന്നതിനൊക്കെ സൗകര്യം ഉണ്ടാക്കുന്നത് സ്വാമിജിയുടെ വളരെ വിദഗ്ധമായിട്ടുള്ള ഇടപെടലുകളും തീരുമാനങ്ങളിലൂടെയാണ് തീർത്ഥാടന സംബന്ധിച്ച്. തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. വരാത്തോണ്ടാണ് വരാത്തത്. അവിടെ പോയില്ല.
സ്റ്റേറ്റിൻ്റെ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിട്ട് സംഘയുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ പി ടി രമേശ് അവരുടെ ഏറെ ബഹുമാനത്തോടുകൂടി ക്ഷണിച്ചു വന്നു. ഭാവബന്ധമുടു സത്യരൂപന ദേവനിൻ മഹിമയാർന്ന കോവിലിൽ പാവന പ്രഭയഴും വിളക്കിതാ സാവധാനം അടിയൻ കൊടുത്തിലേ അല്പമെങ്കിലും അതിൻ പ്രഭാകുരം സത്വതേരുൾ തുരന്നുമല്ലവേ ശില്പരമ്യ പദപീഠഭൂവിൽ നിന്ന്. ഇവിടെ സമുദായ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സദാചാര പ്രകാശിനി സഭ എന്ന പേരിൽ സമുദായ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചിരുന്നു. സംഘടനത്തിൻ്റെ രൂപീകരണത്തിന് മുൻപ് അന്ന് ഇവിടെ ഭഗവാൻ ആദ്യ തവണ വരുമ്പോൾ ഇവിടെ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഭഗവാൻ ഇവിടെ വന്ന് ഇവിടെ നിറയെ തേന്മാവുകളാണ്. അങ്ങനെ ഒരു തേന്മാവ് ചുവട്ടിൽ ഭഗവാൻ വന്ന് വിശ്രമിക്കുമ്പോൾ നമുക്ക് ഇവിടെ ആലുവ പോലെ ആനന്ദം ഉളവാകുന്നു. ഇതിനാൽ ഇത് ആനന്ദാശ്രമം എന്ന പേരിൽ അറിയപ്പെട്ട് എന്ന് ഗുരുദേവനാണ് ആനന്ദാശ്രമം എന്ന് നാമകരണം ചെയ്തത്. അതിനുശേഷം ശിഷ്യന്മാരിൽ പ്രധാനിയായ സത്യവ്രത സ്വാമികളെ ആനന്ദാശ്രമത്തിൻ്റെ നിർമ്മാണ ചുമതലയായി ആനന്ദാശ്രമത്തിലേക്ക് നിയോഗിക്കുകയായിരുന്നു. ഏതാണ്ട് കുറച്ച് നിർമ്മാണ ചുമതലയായിട്ട് മുന്നോട്ട് പോയപ്പോൾ സത്യവ്രത സ്വാമികൾ ജ്വരം ബാധിച്ച് ആനന്ദാശ്രമത്തിൽ വെച്ച് സമാധിയടയായിരുന്നു. സത്യവ്രത സ്വാമികളുടെ സമാധി സ്ഥലം ആനന്ദാശ്രമമാണ്. രണ്ടാമത് ഈ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് രണ്ടാമത് നിയോഗിച്ചത് ശ്രീനാരായണ തീർത്ഥസ്വാമികളാണ്. ഈ തീർത്ഥസ്വാമികൾ തന്നെയാണ് കൊച്ചി അദ്വൈതാശ്രമത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. അവിടെയാണ് നിങ്ങൾ കയറിയിട്ട് വന്നിട്ടുള്ളത്, കൊച്ചിയിലെ അദ്വൈതാശ്രമം. അന്ന് മഞ്ഞാടിയിൽ, പാമ്പാടി മഞ്ഞാടിയിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ശ്രീനാരായണ തീർത്ഥസ്വാമികളെ ആനന്ദാശ്രമത്തിലേക്ക് നിയോഗിക്കുകയായിരുന്നു. തീർത്ഥസ്വാമികളാണ് ആനന്ദാശ്രമത്തിൻ്റെ മുഴുവൻ നിർമ്മാണ ചുമതലയും പൂർത്തീകരിച്ചത്. കൂടാതെ തീർത്ഥസ്വാമികളുടെ പ്രതിമണ്ഡപം ആനന്ദാശ്രമത്തിൽ കുടികൊള്ളുന്നുണ്ട്. കൂടാതെ മറ്റൊരു പ്രധാന ശിഷ്യനായ മാമ്പലം വിദ്യാനന്ദ സ്വാമികളുടെയും സമാധി സ്ഥലം ആനന്ദാശ്രമമാണ്. അത് നമുക്കൊരു 200 മീറ്ററുമാണ്. ഇവിടെ നമുക്ക് ശാഖാവക ശ്മശാനമുണ്ട്. അവിടെയാണ് സ്വാമികളുടെ കുടികൾ സ്ഥിതി ചെയ്യുന്നത്. സ്വാമികളുടെ സ്മൃതിമണ്ഡപം ആനന്ദാശ്രമത്തിൽ കുടികൊള്ളുന്നുണ്ട്. കൂടാതെ ഒട്ടേറെ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പുണ്യഭൂമിയാണ് ആനന്ദാശ്രമം. 1934 ജനുവരി 19 വെള്ളിയാഴ്ച പകൽ 10:35 രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി ആനന്ദാശ്രമത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അതിൻ്റെ കാരണഭൂതനായി തീർന്നത് ടി കെ മാധവനാണ്. ടി കെ മാധവൻ്റെ കർമ്മഭൂമി ആനന്ദാശ്രമമായിരുന്നു. കുട്ടനാടും ആനന്ദാശ്രമം കേന്ദ്രീകരിച്ചായിരുന്നു സർട്ടിഫിക്കറ്റിൻ്റെ പ്രവർത്തനം കൂടുതലും നടന്നുകൊണ്ടിരുന്നത്. ആദ്യ കുട്ടനാട് യൂണിയൻ രൂപീകരിക്കുന്നത് ആനന്ദാശ്രമത്തിൽ കൂടുമ്പോഴായിരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭമായ നിവർത്തന പ്രക്ഷോഭം നടത്താനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ആനന്ദാശ്രമത്തിൽ വെച്ചായിരുന്നു. ആദ്യ NSS SNDP യോഗത്തിൻ്റെ ആദ്യ ഒത്തുചേരലുണ്ടായ ഹിന്ദു മഹാമണ്ഡലം എന്ന സംഘടന രൂപീകരിക്കുന്നതും അന്നത്ത് പത്മനാഭനും മഹാശങ്കറും ചേർന്ന് ആനന്ദാശ്രമത്തിൽ വെച്ച് കൂടിയ യോഗത്തിലാണ് ഹിന്ദു മഹാമണ്ഡലം എന്ന ആദ്യ സംഘടന NSS SNDPയുടെ ഐക്യം ഉണ്ടാകുന്നത്. കൂടാതെ ആ ശങ്കറെ ജനറൽ സെക്രട്ടറിയാക്കുന്നതിനുള്ള തീരുമാനം കൈക്കൊള്ളുന്നതും ആനന്ദാശ്രമത്തിൽ വെച്ച് യോഗം കൂടുന്നതാണ്. കൂടാതെ കുമാരനാശാന്, ബോധാനന്ദ സ്വാമികളെ ഒട്ടേറെ വ്യക്തികൾ ആനന്ദാശ്രമം സന്ദർശിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യ യൂണിയൻ രൂപീകരിക്കുന്നത് കുട്ടനാട് യൂണിയൻ രൂപീകരിക്കുന്നത് ആനന്ദാശ്രമത്തിൽ വെച്ചാണ്. ചരിത്രം പറയുന്നത് ഒന്നിലെ ആനന്ദാശ്രമമായി പോയത് ഞാൻ നേരത്തെ ക്ഷേത്രത്തിൽ വെച്ച് പറഞ്ഞിരുന്നു. യോഗങ്ങളിൽ വെച്ച് ചെറിയ തർക്കമുണ്ടാകും. അതിൻ്റെ അർഹതപ്പെട്ടത് ആനന്ദാശ്രമം തന്നെയായിരുന്നു ഒന്ന്. പക്ഷേ ആദ്യം യൂണിയൻ കുട്ടനാട് യൂണിയൻ രൂപീകരിക്കുമ്പോൾ അവിടെയുള്ള ശാഖകൾക്കാണ് ഒന്നേന്ന് തുടങ്ങിയത്. 127 വരെ ശരിക്കും കുട്ടനാട് യൂണിയനാണ് കിടക്കുന്നത്. അങ്ങനെ നീലംപേരൂരിന് യോഗങ്ങളിൽ വെച്ച് ഒന്ന് കൊടുത്തതിന് ശേഷം അവിടെ വലിയ തർക്കമുണ്ടായി. ആനന്ദാശ്രമമാണെന്ന് അർഹത പെട്ടതെന്നുള്ള തർക്കം അവിടെ വന്നപ്പോൾ
ഗുരുദേവൻ ഒരൊറ്റ വാക്കിൽ അവിടെ വെച്ച് തർക്കം തീർന്നു. ആനന്ദാസ്വാമിയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഒന്നി ഏ പോലെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് പ്രഥമശാലയായ അതിനമ്പേരിൽ ഒന്ന് കിട്ടുകയും ആനന്ദാസ്വാദത്തിന് ഒന്ന് എയും കിട്ടി. ഇത്രയൊക്കെയാണ് പ്രധാനപരമായിട്ട് ഇവിടുത്തെ ചരിത്രം പറയുന്നത്. എഴുതാൻ പറ്റത്തില്ല. സന്ധ്യ യോഗത്തിന്റെ രൂപീകരണത്തിന് മുന്നേ ആനന്ദാസ്വാദത്തിൽ ഞങ്ങളുടെ ആധാരത്തിലായാലും സദാചാര പ്രകാശിനി സഭ എന്ന പേരിലാണ് നമ്മുടെ ആധാരത്തെ പേരിലുള്ളത്. ഇങ്ങനെ ഒട്ടേറെ ചരിത്ര മുഹൂർത്തങ്ങൾ. ഗുരുദേവൻ ഇവിടെ ആദ്യ തവണ വന്നപ്പോൾ ഇവിടെ ഒന്നുമില്ലായിരുന്നു. രണ്ടാമത് 28 വരുമ്പോൾ ആനന്ദാസ്വാദത്തിന്റെ നിർമ്മാണം പകുതി മുകളിലായിരുന്നു. ഒന്ന് ഭഗവാൻ വരുന്നത് അറിഞ്ഞുകൊണ്ട് തീർത്ഥസ്വാമികൾ ഭഗവാൻ വിശ്രമിക്കാൻ പാടുന്ന മുറിയാണ് നമ്മൾ ക്ഷേത്രമായിട്ട് കരുതി പോകുന്നത് 1928. അങ്ങനെ ഗുരുദേവൻ ഇവിടെ വന്നപ്പോൾ അന്ത്യകാലത്തുണ്ടെങ്കിൽ ഭക്ഷണം നൽകാൻ ഇവിടെ നമ്മുടെ ഇവിടെ തൊട്ട് 200 മീറ്റർ മാറി അന്ന് ഇവിടെ ഒരു വീടോ തറവാടായി കൊച്ചു വീട്ടിൽ തറവാടുണ്ടായിരുന്നു. അവിടെയാണ് ഭഗവാൻ ഭക്ഷണം നൽകാൻ ഇവിടുത്തെ അന്നത്തെ ആൾക്കാർ കൊണ്ടുപോയത്. അവിടെ ഭഗവാൻ ചെന്നപ്പോൾ ഭഗവാൻ എന്താണ് കൊടുക്കേണ്ടത് എന്ന് ഇന്നത്തെ അവിടുത്തെ വല്യമ്മ ശങ്കിച്ചിരുന്നപ്പോൾ ഭഗവാൻ അങ്ങോട്ട് പറഞ്ഞു, നമുക്ക് കരികൾ ചുട്ട പപ്പോട് കുഴിയിലേക്കണ്ടി മതിയാവുമെന്ന് പറയുകയുണ്ടായി. അങ്ങനെ കുറേ നാളുകളായി ഞങ്ങളുടെ ഈ ഭരണസമിതി 20 വർഷമായിട്ട് പ്രസിഡന്റായിട്ടുള്ള ഭരണസമിതി ഇവിടെ ശാഖയുടെ സാന്നിധ്യം ഏറ്റെടുത്തിട്ട് ഞങ്ങളിവിടെ മഹാവിശേഷ ഗുരുപൂജയ്ക്കുള്ള നിവേദ്യമായിട്ട് കൊടുക്കുന്നത് ഭക്തജനങ്ങൾക്ക് ഈ ഇതാണ് കൊടുക്കുന്നത്. കരിച്ചുട്ട പപ്പടവും കൂടിയില്ലേ. അത് ഞായറാഴ്ചയല്ല, ഞായറാഴ്ച 7 തൊട്ട് 8 വരെ മഹാഗുരുപൂജ വിശേഷ മഹാഗുരുപൂജ 1 മണിക്കൂർ പ്രാർത്ഥനയായിട്ട് തിരിയുമ്പോൾ ഭക്തജനങ്ങൾക്ക് ഈ ഒരു പ്രസാദമാണ് കൊടുക്കുന്നത്. ഒഴിയിരിക്കേണ്ടി കരിച്ചുട്ട. നമുക്ക് ഏറെ പ്രിയപ്പെട്ട ധർമ്മപഠന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ശ്രീ പ്രസാദ് കുമാർ സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ സംഘത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ശ്രീനാരായണ ധർമ്മപഠന കേന്ദ്രം ചേർത്തല യൂണിറ്റിൻ്റെ ആദരണീയനായ പ്രവർത്തന ശ്രീ മനോജ് അവരുടെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സജീവ പ്രവർത്തകനായ ശ്രീ രഞ്ജിത്ത് സാറിന് ഏറെ സ്നേഹാദരവോടെ സ്വാഗതം. ധർമ്മപഠന കേന്ദ്രത്തിൻ്റെ പ്രവർത്തകനായ ശ്രീ അജുൻ അവരുടെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മറ്റുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രീനാരായണീയരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗുരുദേവനാമം ജയിക്കട്ടെ. ആദരണീയമായ പ്രസാദ് സാറിനോട് ഇവിടെ എത്തിച്ചേർന്നു. മനസ്സിന് എല്ലാവരുടെയും മുഖത്തുണ്ട്. താമസിച്ചു പോയി, നമ്മളെന്തായാലും ഇവിടെ വന്നെത്തുവാൻ താമസിച്ചു പോയി. അതുകൊണ്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങളും അല്പം ദീർഘിച്ചു പോയി. ഇനിയും നമ്മൾക്ക് 1-2 പ്രദേശത്തുകൂടി പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതൊക്കെ അറിയാവുന്നതാണ്. എങ്കിൽ പോലും ഗുരുദേവൻ്റെ നാമധേയത്തിൽ തീർത്ഥാടന കേന്ദ്രങ്ങൾ ശിവഗിരി, പാറയ്ക്കലിന് ശേഷം കോട്ടയം നാഗമ്പടം ക്ഷേത്രം ഇന്ന് തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ കോട്ടയം നിവാസികൾ ഈ കൂട്ടത്തിലുണ്ട്. നിങ്ങളെ സംബന്ധിച്ച്, കോട്ടയം നിവാസികളെ സംബന്ധിച്ച് എത്രയോ താമസിച്ചു പോയി. അതൊരു തീർത്ഥാടന കേന്ദ്രമാകുവാൻ ശിവഗിരി തീർത്ഥാടനത്തോടൊപ്പം പ്രായമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാകേണ്ടതായിരുന്നു കോട്ടയം. എന്തോ നിർഭാഗ്യവശാൽ ഈ കഴിഞ്ഞ 1 മാസത്തിന് മുമ്പായിട്ടാണ് അതൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് പറയുക. കോട്ടയം നിവാസികളെ സംബന്ധിച്ചറിയാം, എത്രയോ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ഇതര സമുദായങ്ങൾക്കുള്ളത്. മണർകാട് നിങ്ങൾക്കൊക്കെ അറിയില്ലേ? അതുപോലെ ഇവിടെ അടുത്താണ് പരുമല,
മഞ്ഞിരിക്കൽ, അങ്ങനെ ധാരാളം തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. ഈ തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം മറ്റിതര സമുദായങ്ങൾ കൊണ്ട് നമ്മൾ ജാതി പറയുകയല്ല. അവരൊക്കെ ആ വിദ്യ കൊണ്ട് പ്രബുദ്ധരായി ആ പ്രബുദ്ധതയിൽ 18 സെപ്റ്റംബർ മാസം 18-ാം തീയതി എന്ന് പറയുമ്പോൾ 1990 കന്നിമാസം 2-ാം തീയതിയാണ് ഗുരുദേവൻ പാറയ്ക്കൽ സന്ദർശിച്ചത്. ഈ പാറയ്ക്കൽ സന്ദർശനത്തിൻ്റെ പ്രത്യേകത കൂടി മനസ്സിലാക്കി പോകുന്നത് നല്ലതായിരിക്കും. ഗുരുദേവൻ ചെങ്ങന്നൂർ സന്ദർശനം ചരിത്രത്തിൻ്റെ രേഖയിലുണ്ട്. ഈ ചെങ്ങന്നൂർ സന്ദർശന വേളയിൽ ഗുരുദേവനെ അന്ന് സ്വീകരിച്ച് ആനയിച്ച് താമസിപ്പിക്കുവാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് അരീക്കര കൊച്ചുകളീക്കൽ ഭവനത്തിലാണ്. കൊച്ചുകളീക്കൽ KK പുരുഷോത്തമൻ എന്ന പ്രജാസഭ അംഗത്തിൻ്റെ വീട്ടിലാണ് ഗുരുദേവൻ താമസിക്കേണ്ടത്. സെപ്റ്റംബർ മാസം 17-ാം തീയതി പ്രജാസഭാ മെമ്പറായ KK പുരുഷോത്തമൻ്റെ വീട്ടിൽ വന്ന് ഗുരുദേവൻ താമസിച്ചിരുന്നു. ആ താമസവേളയിൽ ധാരാളം ഭക്തജനങ്ങൾ ഗുരുദേവനെ കാണുവാനായിട്ട് വന്നെത്തി. ഇവിടെ നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ കൊച്ചുകളീക്കൽ ഭവനത്തിലേക്ക്. ഗുരുദേവൻ അവിടെ വന്ന് താമസിച്ചതറിഞ്ഞുകൊണ്ട് 18 എന്ന് പറയുമ്പോൾ കന്നിമാസം 2-ആണ്. കന്നിമാസം 2-ാം തീയതി രാവിലെ ഗുരു ഉണർന്ന് രാവിലെ ഭക്തജനങ്ങളെ ദർശിക്കുവാനുള്ള വന്നപ്പോൾ ഒരു ബാലനെയുമായിട്ട് ഒരു മധ്യവയസ്കനായ അച്ഛൻ കുട്ടിയായിട്ട് അവിടെ വന്നിരിക്കുന്നു. കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവന് 10 വയസ്സായി. മത്തായി എന്നാണ് പേര്. ഈ മത്തായിക്ക് 10 വയസ്സായെങ്കിലും സംസാരശേഷിയില്ലായിരുന്നു. സംസാരശേഷിയില്ലാത്ത മത്തായിയെ കൊണ്ട് ഗുരുദേവൻ്റെ മുൻപിൽ ദർശനത്തിനായിട്ട് വെച്ചു. കൊണ്ടുവന്ന് കാണിച്ചു. ഗുരുദേവനോട് പറഞ്ഞു, സ്വാമി ഈ കുട്ടി 10 വയസ്സായി സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞു. നിശ്ചയമായിട്ടും സ്വാമിയുടെ ഒരു ഭാഷയുണ്ട്. നാം അനുഗ്രഹിച്ചാൽ ഇത് മാറുമോ എന്ന് ചോദിക്കുന്ന അതേ ഭാഷ അവിടെയും ചോദിച്ചു. ഈ കുട്ടി നാം അനുഗ്രഹിച്ചാൽ മാറ്റം വരുമോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും എന്നാണ് മാതാപിതാക്കൾ. ആ കുട്ടിക്ക് അവിടെ ഗുരുദേവൻ അത് മേശപ്പുറത്ത് നിന്ന് ഒരു പഴം എടുത്തു കൊടുത്ത് ഇത് കഴിക്കുവാൻ പറഞ്ഞു. ഈ കഴിച്ചതിന് ശേഷം കയ്യിൽ തൊട്ട് തലയിൽ തൊട്ട് ഗുരുദേവൻ അനുഗ്രഹിച്ചു. മത്തായിയോട് ചോദിച്ചു, ഗുരുദേവൻ അനുഗ്രഹിച്ചതിന് ശേഷം ഗുരു ചോദിച്ചു, ഈ നിൽക്കുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ, അമ്മ തുടങ്ങി നല്ല രീതിയിൽ തന്നെ ഈ കുട്ടി സംസാരിച്ചുകൊണ്ട് ആ മാറ്റം വന്നു. അവർ കഴിഞ്ഞ ഒരു 10-20 വർഷം മുൻപ് ഇവിടെ പാറയ്ക്കൽ ഒരു സച്ചൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു ധ്യാനം നടന്നു. ആ ധ്യാനം നടന്നിടത്ത് ഈ മാമൻ മത്തായി ഇവിടെ വരികയും ഈ വേദിയിൽ വെച്ച് പറഞ്ഞു, ഗുരുദേവനാണ് എൻ്റെ കാണപ്പെട്ട ദൈവമെന്നും ആ ഗുരുദേവൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് സംസാരശേഷി കിട്ടിയതെന്നും പറയുകയുണ്ടായി. ഇത് സെപ്റ്റംബർ മാസം 1914 സെപ്റ്റംബർ മാസം 18 കന്നി 2. ആ കന്നി 2 പാറയ്ക്കൽ തീർത്ഥാടനമായിട്ട് നമ്മൾ ആചരിച്ചു പോകുന്നത്. കന്നി 1 മുതൽ കന്നി 4 വരെ പാറയ്ക്കൽ തീർത്ഥാടനമായിട്ട് ഇപ്പോൾ 3 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഈ തീർത്ഥാടന വേളയിൽ ഒരു പ്രത്യേകതയുള്ളത്, അന്ന് കൊച്ചുകളീക്കൽ ഭവനത്തിൽ ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന കട്ടിൽ, കസേര തുടങ്ങിയ എല്ലാ സാമഗ്രികളും ആ ഭവനത്തിൽ ഇന്നും വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അത് കന്നി 1-ാം തീയതി ചിങ്ങം 31-ാം തീയതി വൈകിട്ട് ആ കട്ടിൽ, കസേര തുടങ്ങി ഗുരുദേവൻ ഉപയോഗിച്ച എല്ലാ സാമഗ്രികളും ഇവിടെ കൊണ്ടുവന്ന് ഭക്തജനങ്ങൾക്ക് ദർശിക്കുവാൻ അവസരമുണ്ടാകും. അങ്ങനെ കന്നി 1 മുതൽ 4 വരെ പാറയ്ക്കൽ തീർത്ഥാടനമായിട്ട് നടക്കുകയാണ്. കലാപരിപാടികൾക്ക് യാതൊരു മുൻഗണനയും കൊടുക്കാതെ ശിവഗിരി തീർത്ഥാടനം മാതൃകയിൽ തന്നെ അതുപോലെ ഗുരുദേവൻ നിഷ്കർഷിച്ചിട്ടുള്ള 8 വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് മാത്രം ക്ലാസുകൾ നടത്തുന്ന ഒരു വേദിയാണ് പാറയ്ക്കൽ സംഘടി. ഈ കഴിഞ്ഞ 3 വർഷവും ആ പരിപാടി നല്ല രീതിയിൽ കടന്നു പോകുന്നുണ്ട്. ആദ്യത്തെ വർഷം ഗവർണറായിരുന്നു ഉദ്ഘാടകൻ.
പല പ്രഭാഷണത്തിന് പോകുമ്പോഴും ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും ഒക്കെ പാറങ്കൽ പുണ്യതീർത്ഥത്തെക്കുറിച്ച് നമ്മളിപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഈ അടുത്ത നാളിൽ ഗുരുദേവ ക്ഷേത്രങ്ങൾ എന്ന ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, എം സുരേന്ദ്രൻ സാർ എഴുതിയത്. അതിൽ പാറങ്കൽ പുണ്യക്ഷേത്രത്തെക്കുറിച്ച് ഒരു പരാമർശമുണ്ട്, ഒരു അധ്യായമുണ്ട്. എന്താ പറയുക, പട്ടിക പ്രകാശതുല്യമായ ജലോദക വർണ്ണിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ കനം കുറഞ്ഞ, വളരെ എന്താ പറയുക, ഏറ്റവും സുന്ദരമായ ഒരു വെള്ളമെന്ന് ഞാൻ പറയാൻ കാരണം എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ഈ വെള്ളത്തിന് വേണ്ടി കൂടെ അധ്വാനിച്ചിട്ടുള്ളതാണ്. എൻ്റെ നാട് തീരപ്രദേശത്തോട് ചേർന്നാണ്. അപ്പൊ തീരപ്രദേശത്തോട് ചേരുമ്പോൾ അതിൻ്റെ പ്രത്യേകിച്ച് കടലിന്റെ തീരത്താണെങ്കിൽ വെള്ളം കിട്ടും, കുഴിച്ചു കഴിഞ്ഞാൽ നല്ല വെള്ളം കിട്ടും. കാര്യം മണലാണെങ്കിൽ ആ മണലിലേക്ക് ആറന്മുള ചെന്ന് പറഞ്ഞു അല്ല, ഇവിടുന്ന് ആറന്മുള ചെന്ന് പക്ഷേ പാലം ചെരുപ്പ് വെളിയിലിട്ടിട്ടേ ക്ഷേത്രമാണ്. ചെരുപ്പ് വെളിയിലിട്ടിട്ട് തൊഴിലിട്ട് വെളിയിലേക്ക് പോരെ. വഴിപാടൊക്കെ നടത്തണമെങ്കിൽ ഇവിടെ നടത്താം. സംഭവമല്ല, അങ്ങനെ ഒരുപാട് അമ്മമാരെയൊക്കെ മടലൊക്കെ വൃത്തിയാക്കി അവരുടെ നമ്മൾ കരഞ്ഞു വന്ന് മൂലൂരത്തിൻ്റെ ഉണ്ട് മെഴുവേലി കേന്ദ്രമായിരുന്നു. ഇവിടെ അവിടെ ആയിരുന്നു വീടെങ്കിൽ ഇവിടെ കേന്ദ്രമായിരുന്നു പ്രവർത്തനം ചെയ്യുന്നത്. മൂലൂരിനോട് പറയുന്നത് അതേ 4-5 ആളുകളെ കൂട്ടി 10 പേരായിട്ട് കൂടി ഇങ്ങനെ ഒരു ക്ഷേത്രം വേണം എന്ന് ആഗ്രഹിച്ചു. ആരാധനാലയം ഓല കൊണ്ട് ഒരു ആരാധന ആരംഭിക്കുക. അന്ന് ശിവപ്രസാദ് സ്വാമി വന്ന് ഇതിൻ്റെ ഒരു ശിവൻ്റെ ഒരു ഫോട്ടോ അതിന് തുടങ്ങി. പിന്നീട് 1906 നരസിംഹ സ്വാമികളാണ് പ്രഥമ പ്രതിഷ്ഠ വെച്ചത്, ദീർഘപ്രതിഷ്ഠ. നരസിംഹ സ്വാമികൾ അങ്ങനെ 2-3 ക്ഷേത്രങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് ഞങ്ങൾ സ്ഥാപിച്ചത്. അങ്ങനെയാണ് പ്രതിഷ്ഠ വെച്ചത്. 1905 ഗുരുദേവൻ ഇവിടെ വരികയും 18 സെപ്റ്റംബർ 18 പാറയ്ക്കൽ പോയിട്ടാണ് പാറയ്ക്കൽ നിന്ന് ഇവിടെ വരിക. ഇവിടെ വന്ന് 18 ഇവിടെ താമസിക്കുന്നു. 19 വൈകിട്ട് ഇവിടുന്ന് മൂലൂരിലേക്ക് പോകും. മൂലൂരിൽ താമസിക്കും. ഈ പുറകിൽ കാണുന്ന കെട്ടിടം ഇന്ന് ഗുരുവിൽ താമസിക്കാൻ വേണ്ടി നിർമ്മിച്ച കെട്ടിടം. ഇവിടെ താമസിച്ചു. ഈ ക്ഷേത്രത്തിൽ കയറിയപ്പോൾ ആ വിഗ്രഹത്തിന് 4 മണിക്കൂർ നേരം ചൈതന്യം പകരുകയും 4 മണിക്കൂർ ആ വിഗ്രഹത്തിൽ പുഴുവോൽ അടച്ചിട്ട് 4 മണിക്കൂർ കഴിഞ്ഞാൽ അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങി വന്നിട്ട് ഈ കാലം ആദ്യം നടന്നത്. ഈ ആലിൻ്റെ ചോട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ ഭയങ്കരമായ ഭക്തിയായിരുന്നു. അതിന് കൊടുക്കാൻ വിഭവസമർത്ഥമായ ഭക്തികളൊക്കെ ഗുരു അവരുടെ കൂടെ നിന്ന് കഴിച്ചു. കുറേ ആളുകൾ അപ്പുറത്ത് മാറി ഹരിജനങ്ങളൊക്കെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ വിളിച്ചു വരുത്തി അവരുടെ കൂടി അവരുടെ ഇലക്കാത്തിരുന്നാണ് ഭക്ഷണം കഴിച്ചിട്ട് അതിനകത്ത് 2-3 കുട്ടികളുടെ ഇത് കാണിച്ചിട്ടുമാണ് ഗുരുവിനോട് പറഞ്ഞു ഇവരെ പഠിപ്പിപ്പിച്ച് വിദ്യ അഭ്യസിപ്പിക്കാനുള്ള ചെയ്തു കൊടുക്കണം. അങ്ങനെയാണ് ഹിന്ദി കേന്ദ്രത്തിൽ കുടുംബം പഴയ തിരുവിതാംകൂറിൻ്റെ കുട്ടികളൊക്കെയാണ് ഉയർന്ന നിലയിലേക്ക് എത്തിയ 2 പേരെ അങ്ങനെ ഗുരു പറഞ്ഞ് മുഴുവൻ പഠിപ്പിച്ചാണ് അവർ എടുത്തത്. ഇത് മുന്നോട്ട് തന്നെ ഗുരുവിനോട് പറഞ്ഞു നമുക്ക് വേണ്ടത് ആരാധനാലയങ്ങളെക്കാൾ നല്ലത് സരസ്വതി ക്ഷേത്രമാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് ചൂണ്ടിക്കാണില്ല അവിടെ ഒരു സരസ്വതി ക്ഷേത്രം ഉണ്ടാകണം. എന്നാൽ സ്കൂൾ കണ്ടില്ല അവിടെ ഒരു സരസ്വതി ക്ഷേത്രം ഉണ്ടാകണമെന്ന് പറയുകയും അങ്ങനെയാണ് ആ സ്കൂൾ ഉണ്ടാകുന്നത്. അതിനടുത്ത് പിന്നീട് 10 വർഷം കഴിഞ്ഞു 18 പറഞ്ഞ് 1928 ആയപ്പോൾ അത് പ്രഥമ പ്രൈമറി സ്കൂളായി. പിന്നീട് അത് ഹയർ സെക്കൻഡറി സ്കൂളായി വളർന്നു. അതിൻ്റെ സ്ഥാപനം മൂല്യം
തൊട്ടടുത്തുകൂടി കുറച്ച് അങ്ങോട്ട് പോകുന്ന സ്ഥലത്തൊരു 1 കിലോമീറ്റർ അപ്പുറത്ത് ചെറിയ കുന്നുണ്ട്. അതിൻ്റെ താഴ്വാരത്താണ് ഗുരു വിളിച്ചതും ആ കുളവും തെളിനീരായിട്ട് വരുന്നത്. കണ്ണുനീർ പോലെ ഇപ്പോഴും തെളിഞ്ഞ് ആ കുളമുണ്ട്. നടന്നാണ് ഗുരു വന്ന് പോയത്. പോയിട്ടുള്ള പഴയ ആളുകൾ പറഞ്ഞുള്ള കേട്ടുള്ള അറിവുകളാണ്. പിന്നീട് പുനഃപ്രതിഷ്ഠ അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടന്നു. ഇപ്പോൾ പറവൂർ ശ്രീധരൻ തന്ത്രികളായിരുന്നു ഇതിൻ്റെ തന്ത്രികളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകനായ തന്ത്രികളാണ്. നേരത്തെ അന്ന് 10 ദിവസം ഉത്സവമായിരുന്നു. പിന്നീട് കുറച്ച് കൊണ്ടുവന്ന് 6 ദിവസത്തെ ഉത്സവമായിട്ട് ശിവരാത്രി തൊട്ട് 6 ദിവസം 6-ാം ദിവസം ആറാട്ടോടുകൂടി ഉത്സവം ആരംഭിക്കും. നദീകരണൂരിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കെട്ടുകാഴ്ച ഇതുപോലുള്ള തേരും കുതിരയും അങ്ങനെയുള്ള പല 20 കരകളിൽ നിന്നാണ് ജീവിതങ്ങളായിട്ട് ആളുകൾ ഉൾപ്പെടുകയും ലക്ഷത്തിന് പുറത്തായിരിക്കും ഇവിടുത്തെ ആളുകളിലും പങ്കാളിക്കും. ഇപ്പോൾ വസ്ത്രമൊന്നും ഉണ്ടാകും. എല്ലാവരും പൊതുവായിട്ട് വിശ്വാസികൾ നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഈ 5 മണി മുതൽ കോട്ടയത്തിൽ നിന്നും നമ്മുടെ ചേർത്തലയിൽ നിന്നുള്ള 60 സംഘം ഇവിടെ എത്തിച്ചേർന്ന് വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ശരിക്കും പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ശ്രീനാരായണ ധർമ്മം പരിപാലിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ധർമ്മപ്രചരണം നടത്തുന്നത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം തന്നെയാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക, സംഘടനയോട് ശക്തരാകുക എന്നുള്ളതാണ് ഗുരു നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓരോ തുരുത്തുകളുണ്ടാക്കി മാറി നിന്ന് പ്രവർത്തിക്കാതെ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഗുരുവിന്റെ തത്വദർശനം തന്നെ. അപ്പൊ അത്തരത്തിൽ ഗുരുവിനെ നമ്മൾ കാണാനും മനസ്സിലാക്കി പ്രവർത്തിക്കുവാനും അറിവിലും ഏറി അറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. നിങ്ങളൊരു സൂചനയായിട്ട് മാത്രം ഇത് കരുതുക. അറിവിലും ഏറി അറിഞ്ഞുകൊണ്ട് എവിടെയാണ് പ്രകാശം, എവിടെയാണ് ആ സന്തോഷം വരുന്നത് എന്ന് കണ്ടുകൊണ്ട് ഗുരുവിനെ അറിഞ്ഞ് പ്രവർത്തിക്കുക. ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. പക്ഷെ ജെന്യുവനായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇവിടെ വന്നപ്പോൾ ശാഖയുടെ ഭാരവാഹികൾ ഒട്ടേറെ പേര് ഇങ്ങനെ കസേരയൊക്കെ കൊണ്ടുതരുന്നു. ഇതൊക്കെ നമ്മുടെ ശാഖയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്, SNDP യോഗത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. ഇവിടെ വനിതാ സംഘത്തിന്റെ ഭാരവാഹികളുണ്ട്, യൂത്ത് മൂവ്മെന്റിന്റെ ഭാരവാഹികളുണ്ട്, അതുപോലെ മറ്റ് പ്രവർത്തകരായിട്ട് എല്ലാം SNDP യോഗത്തിന്റെ പ്രവർത്തകരാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ് നമ്മുടെ മാതൃ സംഘടന എന്ന് നമ്മൾ ഒരിക്കൽ കൂടി കൂട്ടി ഉറപ്പിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന മഹത്തുക്കളായിട്ടുള്ള നമ്മുടെ ശൈശവനെ പോലെയുള്ള ആളുകളുടെ ഈ പ്രവർത്തനത്തിന് ഈ മുമ്പോട്ട് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹവും ഭഗവാൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്നു ചേർന്നപ്പോൾ മറ്റ് 4 ഭാരവാഹികളെയൊക്കെ കണ്ടായിരുന്നു. അവരെ ഇപ്പോൾ കാണുന്നില്ല. അവർ ചിലപ്പോൾ പ്രവർത്തനങ്ങൾക്കായിട്ട് പോയതായിരിക്കാം. എന്തായാലും അവരെല്ലാം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു. അത്തരത്തിലൊരു നല്ല സന്തോഷം, നല്ലൊരു അന്തരീക്ഷം നമുക്ക് തന്നതിൽ ഏറെ കൃതജ്ഞത ചേർത്തല SNDP യോഗം, ചേർത്തല യൂണിയന്റെ പഠന കേന്ദ്രത്തിന്റെ കൃതജ്ഞത ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ തിരക്ക് കൂടാതെ ഇവര് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മഹാപ്രസാദമാണ്. അതിൽ കഞ്ഞി നിന്ന് ഒഴിക്കാതെ മഹാപ്രസാദം, ഭഗവാന്റെ പ്രസാദം കഴിച്ച് ഇന്നത്തെ ഒരു ദിവസം പൂർണ്ണമായി ഗുരുവിലാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അത്തരത്തിൽ ആ പ്രസാദമൊക്കെ സ്വീകരിച്ച് സാവധാനം ആകുക. എല്ലാവരും വഴിപാടൊക്കെ കഴിച്ചു, ചാനലിനെ കൊടുത്തതായിട്ടൊക്കെ കണ്ടു. അതിന്റെ പ്രസാദമൊക്കെ സ്വീകരിച്ച് ആ പ്രസാദത്തിൽ മറ്റുള്ളവർക്ക് കൊണ്ട് കൊടുത്ത് ആഞ്ഞിലിത്താനം എന്ന ഈ സ്ഥലത്തുള്ള ഗുരുദേവന്റെ പാദപ്രതിഷ്ഠയെ കുറിച്ച് നിങ്ങൾ സംസാരിക്കണം. ഇന്ന് പോയ എല്ലാ സ്ഥലങ്ങളെ കുറിച്ചും സംസാരിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന ധർമ്മ പ്രചരണം നടത്തുവാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗത്തിൽ സഹകരിച്ച നിങ്ങളേവരോടും ഈ പഠനയാത്രയിൽ സംബന്ധിച്ച നിങ്ങളേവരും ചില സാഹചര്യങ്ങൾ കൊണ്ട് ചില ആളുകൾക്ക് താമസിച്ചിട്ട് പോയിട്ടുണ്ടാവാം. എല്ലാം ഭഗവാന്റെ
ഒരു ലീലാവിലാസങ്ങൾ എന്ന് തന്നെ കരുതിക്കൊണ്ട് അതെല്ലാം നമുക്ക് മറക്കാം. ഇനി നമ്മൾ വണ്ടിയിലും കയറി ഇരുന്ന് മറ്റ് വ്യവഹാരങ്ങളിലേക്കൊക്കെ പോകാതെ ഗുരുവിൽ മാത്രം ചിന്തിച്ച് ഗുരുദേവ കൃതികളും ഇന്നുണ്ടായ അനുഭവങ്ങളും ഒക്കെ പങ്കുവെച്ച് വേണം പോകാൻ. അല്ലാതെ പാട്ടൊക്കെ ഇട്ട് മിനിച്ച് തുള്ളിക്കാരി അങ്ങനെയല്ല. ഗുരുദേവന്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. ഇന്ന് കണ്ട കാര്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി അയവിറക്കിക്കൊണ്ട് നിങ്ങൾ പോവുക. അല്ലാതെ പാട്ടൊക്കെ വെക്കാനായിട്ട് പറ്റും. പാട്ടൊന്നും നമ്മൾ കേൾക്കുന്ന സിനിമ നമ്മൾ എന്നും കാണുന്ന അല്ലേ, അതൊക്കെ വിടുക. ഇന്നൊരു ദിവസം ഗുരുവിനായി നമ്മൾ സമർപ്പിക്കുക. അങ്ങനെ അത്തരത്തിൽ മടക്കയാത്ര അങ്ങനെ ആയിരിക്കണം എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ശാഖ തന്നിരിക്കുന്ന 254 നമ്പർ ആഞ്ഞിലിത്താനം ശാഖ, ഈ വാതിക പ്രവിശ്യയിലെ ക്ഷേത്രം എല്ലാം നമുക്കൊരു വലിയ നവ്യ അനുഭവമായി മാറിയിരിക്കുന്നു എന്നൊരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് വിശേഷിച്ച് ശൈശവനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നുള്ളത് ഈ ചേർത്തല യൂണിയന്റെ മുഴുവൻ പഠിതാക്കളുടെയും നന്ദി അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. എനിക്ക് തോന്നുന്നു പങ്കെടുത്ത എല്ലാവരും തന്നെ ആ ഒരു യാത്ര തീർച്ചയായിട്ടും ആസ്വദിച്ചിട്ടുണ്ടാകും. കാരണം യാതൊരു രീതിയിലുള്ള ശാരീരികമോ അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ ആർക്കും നമുക്ക് തോന്നിയിട്ടില്ല. അത് തീർച്ചയായിട്ടും അതും ഗുരുവിൻ്റെ ഒരു കടാക്ഷമായിരിക്കാം. ആ രീതിയിൽ തികച്ചും ഒരു വേറിട്ട അനുഭവം നൽകുന്ന ഒരു യാത്ര തന്നെയായിരുന്നു. ഇപ്പം ഈ പഠന പ്രക്രിയ ഒരു ഘട്ടം കഴിഞ്ഞാൽ പോലും ഇത്തരം യാത്രകൾ തീർച്ചയായിട്ടും നമ്മളുടെ ആദ്യത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ദിശയിലേക്കാണ് നമ്മൾ ഈ യാത്ര തിരിച്ചത്. ആദ്യത്തിൽ നിന്ന് വളരെ ഒരു വേറൊരു രീതിയിലുള്ള യാത്ര തന്നെയാണ്. എല്ലാവരും അത് വളരെയധികം ആസ്വദിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്ത് തന്നെയായാലും നമ്മൾ പലപ്പോഴും പല പുസ്തകങ്ങളിലും പ്രഭാഷണങ്ങളിലും ഒക്കെ കേട്ടിട്ടുള്ള പരിചയമുള്ള ചില സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഗുരുദേവന്റെ പാദ സ്പർശമേറ്റിട്ടുള്ള പുണ്യ സ്ഥലങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ കേട്ടു. നാലമ്പല ദർശനത്തിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നമ്മളിപ്പോൾ പോയ പോലെയുള്ള പുണ്യക്ഷേത്രങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതും പോകേണ്ടതും. മറ്റു ക്ഷേത്രങ്ങളിൽ പോകണ്ട എന്നല്ല, അവിടെയും പോകണം. പക്ഷെ നമ്മൾ പ്രാധാന്യം കൊടുത്ത് പോകേണ്ട ക്ഷേത്രങ്ങൾ. നമ്മൾ രണ്ടാമത്തെ തീർത്ഥയാത്രയാണ്, പഠനയാത്രയാണ് നടത്തിയത്. രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യുന്ന കാര്യമൊന്നുമില്ല. വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നമുക്ക് എടുത്തു തന്നിട്ടുള്ളത്. എന്നിരുന്നാലും നമ്മളുടെ സമീപ പ്രദേശമായിട്ടുകൊണ്ട് പോലും ഗുരുവിൻ്റെ പാദസ്പർശമേകിയ ഇത്രയും പുണ്യഭൂമികൾ ഇന്നവരെ കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു അത്ഭുതമായിട്ട് തോന്നുകയാണോ. തീർച്ചയായിട്ടും ചേർത്തലക്കാരെന്ന രീതിയിൽ നമ്മൾ പലപ്പോഴും SNDP യോഗത്തിൻ്റെ സെക്രട്ടറിയുടെ വാസസ്ഥലം അഹങ്കരിക്കുമെങ്കിലും ശരിക്കും യഥാർത്ഥത്തിൽ SNDP അധികം സന്തോഷവും ആദരവും ഭക്തിയും തോന്നുന്നു പഠനയാത്രയാണ് നമ്മൾ ഇത്തവണ നടത്തിയത് എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ആദ്യമേ തന്നെ നമ്മൾ ആദ്യം ചെന്ന ക്ഷേത്രത്തിൽ നിന്ന് ഗണപതി ഹോമം ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ പങ്കെടുത്ത് അതിനുശേഷം ഓരോ ക്ഷേത്രങ്ങളും എല്ലായിടത്തും നമ്മൾ കയറി വളരെ മനോഹരമായ രീതിയിലും സന്തോഷത്തോടും കൂടിയാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. പിന്നെ ഇപ്പോൾ ഇതിനു മുമ്പ് അവിടെ വന്നപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടായി. എന്റെ കൊച്ചുനാൾ മുതൽ ഞാൻ ഗുരുദേവ ഭക്തയാണ്. ഞങ്ങളുടെ ഒരു സ്ഥലത്തിന്റെ ഭാഗം തന്നെയാണ് SNDP ഇരിക്കുന്നത്. 522 നടേശൻ സാറ് പറയാറുണ്ട്, വളരെ ഇപ്പൊ കേരളത്തിൽ ആദ്യം ഇതുപോലെ ഒരു നല്ലൊരു കെട്ടിടം SNDP ശാഖായോഗം ഉണ്ടായിട്ടില്ലെന്ന് നടേശൻ സാറ് തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും കൊച്ചുനാൾ മുതൽ ഇത് കേട്ടൊക്കെയാണ്. അതുകൊണ്ട് ഗുരുദേവനോട് വളരെ ഇഷ്ടമാണ്, വളരെ ഭക്തിയാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു അവസരം വന്നത്. പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമിൻ ഭവനാടകമാടുമരും പൊരുളേ പൊരുളെന്നു മുടങ്ങോടു മക്കളുയും തിരളെന്നും ഇതൊക്കെയനപ്പ
എൻ്റെ ചേച്ചിയുടെ അവിടെ നിന്നോട് നോക്കണുണ്ട് ഞാൻ എന്താ പറയണമെന്ന് അറിയാനായിട്ട്. കഴിഞ്ഞ പഠനയാത്രയിൽ ഞാനുണ്ടായിരുന്നു. കഴിഞ്ഞ പഠനയാത്രയിൽ 44 പേര് ആണ് പങ്കെടുത്തത്. ഈ പഠനയാത്രയിൽ 70 പേരെന്ന് സാറ് പറഞ്ഞതായിട്ടാണ് എൻ്റെ ഒരു അറിവ്. അപ്പം 44 പേരെ മേക്ക് ചെയ്യും, 70 പേരെ മേക്ക് ചെയ്യുകയും ചെയ്തു. രണ്ടും രണ്ടാണ്. പക്ഷെ അതൊരു വലിയ നഷ്ടമായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇന്നത്തെ പഠനയാത്രയിൽ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ടൂറ് പോയിട്ടുണ്ട്, പിന്നെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. എങ്കിലും ഇന്ന് നമ്മൾ പഠിച്ച കാലത്ത് സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകുമ്പോൾ നമുക്ക് അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. പക്ഷെ കൂട്ടുകാരെല്ലാം ഒന്നിച്ച് ഒരു തീർത്ഥയാത്രയായിട്ട് പോകുമ്പോൾ പല യാത്രകളും ഇതുവരെ സംഘം ചേർന്നൊക്കെ പോയിട്ടുണ്ടെങ്കിലും കുട്ടിക്കാലം മാലികനൊക്കെ പോകുമെങ്കിലും ഇന്നത്തെ ഒരു നേരിട്ട അനുഭവമാണ്. ഗുരുദേവനെ മനസ്സിലാക്കുന്നതിനും കൂടുതൽ ആഴത്തെ മനസ്സിലാക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നുവരെ സന്ദർശിച്ചിട്ടില്ലാത്ത പല ക്ഷേത്രങ്ങളും ഞാൻ ഇന്ന് പോയ സ്ഥലങ്ങളൊന്നും തന്നെ ഇതുവരെ നാളിതുവരെയും പോയിട്ടില്ലാത്ത സ്ഥലങ്ങൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഇന്നത്തെ യാത്രയുടെ കിട്ടിയിട്ടുണ്ട്. വളരെ അറിവ് പഠനയാത്രയിലും ഞാൻ പങ്കെടുത്തിരുന്നു. ഈ പഠനയാത്രയിലും പങ്കെടുത്തു. എനിക്ക് രണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല യാത്രയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യാത്ര പോകുന്നത്. ഈ രണ്ട് യാത്രയിലും ഞാൻ ഒരമ്പലങ്ങളിലും പോയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ പോയിട്ടില്ലായിരുന്നു. ആദ്യമായിട്ടാണ് എനിക്ക് ഈ ക്ഷേത്രങ്ങളെല്ലാം ഗുരുദേവൻ്റെ പ്രതിഷ്ഠിച്ചതും ഗുരുദേവൻ്റെ ഒരിടത്തും വന്നിട്ടില്ല. പിന്നെ ഈ കിട്ടിയ അറിവുകൾ ഇനിയും ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ യാത്ര ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുരുദേവന്റെ ഒരു നിയോഗം പോലെ എനിക്ക് കിട്ടിയ ഓർക്കാതെ കിട്ടിയ ഒരു അവസരമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളിലൊക്കെ ഒരു ഭാഗ്യമുള്ള ഒരാളാണ്. കാരണം വെച്ചാൽ യാത്ര തന്നെയാണ് എപ്പോഴും. ക്ഷേത്രങ്ങളിലായിട്ടും ടൂർ തന്നെയാണ് ഞങ്ങൾ എന്ന് പറയാം. പക്ഷേ ഇങ്ങനെ ഒരു യാത്ര എനിക്ക് സൗണ്ട് ഇല്ല. എന്താണ് കാര്യം വെച്ചാൽ ഞങ്ങളുടെ ക്ഷേത്രത്തിന്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ഗുരുദേവ പ്രതിഷ്ഠ തൊട്ട് 10 ദിവസത്തെ ഉത്സവമാണ്. അത് പിരിവ് തുടങ്ങുമ്പോൾ തൊട്ട് ഞങ്ങൾക്ക് നല്ല ഭാരമാണ്. അതുകൊണ്ട് സൗണ്ടൊക്കെ പോയി പറക്കന്നിപ്പൊക്കെ ഇട്ട് സൗണ്ടൊന്നും ഇല്ല ഇപ്പൊ. എങ്കിലും ഇങ്ങനെ ഒരു യാത്ര ഒരു ധന്യവാദി സങ്കടമനോട് പറയണം. ഭഗവാന്റെ മണ്ഡപത്തിൽ ഭഗവാന്റെ മണ്ഡപത്തിൽ കുലം മൂളുന്ന കിളികുലം പാടുന്ന പരിശുദ്ധ മണ്ഡപത്തിൽ തെളിനിര കാറ്റത്ത് താളം പീഡിക്കുന്ന ഗുരുദേവ എനിക്ക് കഴിഞ്ഞതാണ് തോന്നിയത്. ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്ത് എല്ലാവരും തന്നെ 44 പേരെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരെയും കറക്റ്റാക്കാൻ ആ ചെറിയ അളവ് കുറവായതുകൊണ്ടാണ് നമുക്ക് അത് അത്രയും കറക്റ്റായിട്ട് ഒരു മിസ്റ്റേക്കും ഇല്ലാതെ നല്ല അടിച്ചു പൊളിച്ച് ഒരു തോന്നുന്ന എനിക്ക് അങ്ങനെയാണ്. ഈ പ്രാവശ്യത്തൊന്നും എനിക്ക് തോന്നാത്തതിന് കാരണവും കൂടിയുണ്ട്. എൻ്റെ ശാരീരികമായിട്ടും മാനസികമായിട്ടും എനിക്ക് 2 ആഴ്ചയായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് വിടാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഗുരുദേവൻ്റെ കൃപ കൊണ്ടോ എന്തോ ഒരു മാറ്റം ഇന്നലെ രാത്രിയിൽ ഉണ്ടായി. അങ്ങനെ എന്നെ വീട്ടിലാണ്. അപ്പൊ ആ ഒരു പ്രിയ സഹപാഠികളെ, എല്ലാവർക്കും നമസ്തേ. നാം ഗുരുദേവനെ കുറിച്ച് അല്പം മാത്രം അറിവുള്ളവരാണ്. പക്ഷേ ഇതുപോലെയുള്ള പഠനയാത്രകൾ നമുക്ക് ഒരുപാട് അറിവുകൾ പ്രദാനം ചെയ്തു. നമുക്കൊരു ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളെ കുറിച്ച് യാതൊരു അറിവും ഇല്ലാതിരുന്ന ആ ഒരു
മാനസികാവസ്ഥയിൽ നിന്ന് നമ്മൾ തോന്നിയത് അല്ല, ശരിയാണ്. കോട്ടയങ്ങളിൽ ഇത്ര കാര്യമായിട്ടാണ് ഗുരുദേവ ക്ഷേത്രങ്ങളും ഗുരുദേവനെയും പൂജിക്കണത്. നമ്മുടെ ചേർത്തലക്കാർക്കോ ആലപ്പുഴക്കാർക്കൊക്കെ ഇതൊക്കെ കൊണ്ടുവന്നത് കാണിച്ച് പഠിപ്പിക്കണം. എനിക്കും ഉണ്ടൊരു ഗുരുദേവ ക്ഷേത്രം വളരെ ഭംഗിയായിട്ട് രൂപകൽപ്പന ചെയ്തത്. അവിടെ കുറിച്ച് അതേപ്രാർത്ഥന നടത്താൻ പോലും ആളില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഭാരവാഹികളെ, നമ്മുടെ നാട്ടുകാരെയൊക്കെ ഈ പറഞ്ഞ, ഞാനും ഇപ്പോഴാണ് ഇതെല്ലാം അറിയണതും കേൾക്കണതും എല്ലാം. എനിക്ക് വലിയ അറിവൊന്നുമില്ല. ഈ ക്ഷേത്രങ്ങളെല്ലാം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഗുരുദേവൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചത് നമ്മളല്ലാതെ പിന്നെ ആരറിയാനാണ്. അപ്പൊ ചേർത്തലക്കാരെ എല്ലാവരെയും കൊണ്ടുവന്ന് പ്രണാമം. നമ്മുടെ ഇന്നത്തെ യാത്ര വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു. ശരിക്കും നമ്മുടെ ആലപ്പുഴക്കാരുടെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഗുരു ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ പോലും നമ്മൾ ഇത്രയും ആരാധനകളോ ഒന്നും ഇല്ലെന്ന് തന്നെ പറയാം. പക്ഷെ കോട്ടയത്ത് വന്നപ്പോഴത്തേക്കാണ് നമുക്ക് അതിന്റെ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ അവരെത്രത്തോളം ആത്മാർത്ഥത, അല്ലെങ്കിൽ എത്രയോ കോപ്പറേറ്റീവായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കാണാൻ പറ്റിയത്. ശരിക്കും നമ്മുടെ ചേർത്തലയിലൊക്കെ ഒരുപാട് തവണ ഗുരു വന്നിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ അമ്പലങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കാണ് ഇവര് ഇത്രത്തോളം ഇതായിട്ടാണ് അവരുടെ ഒരു കോപ്പറേഷൻ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അത് വളരെ സന്തോഷമുണ്ട്. ഇനിയുള്ള ഇതിൽ നമ്മുടെ നാട്ടിൽ ഇതേപോലുള്ള കോപ്പറേറ്റീവായിട്ട് ഗുരുക്ഷേത്രങ്ങളിലും സഹകരണം നല്ല രീതിയിൽ ഉണ്ടാകണമെന്നും, അതുപോലെ തന്നെ ഗുരുപ്രാർത്ഥനകൾ, ഈ കുടുംബ യൂണിറ്റുകളുടെ കാര്യമൊക്കെ ഞാനിവിടെ ചോദിച്ചു. ആഞ്ഞിലിത്താനം ക്ഷേത്രത്തിൽ വന്നപ്പോഴത്തേക്കാണ് ഞാൻ അവിടുത്തെ കുടുംബ യൂണിറ്റിലെ മഹിളാ പ്രവർത്തകരോട് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞ അവർക്ക് കുടുംബ യൂണിറ്റുകളിലെ എല്ലാ ആഴ്ചയിലും പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന്. ഞങ്ങളുടെ ഇതിലാണെങ്കിൽ മാസത്തിൽ ഒന്നേ ഉള്ളൂ കുടുംബ യൂണിറ്റിൽ. അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു പോരായ്മ തന്നെയാണ്. അതൊക്കെ മാറ്റി നമ്മളും ഇതേപോലെയുള്ള പ്രവർത്തനങ്ങളും, പിന്നെ അതുമല്ല അവരുടെ ഒരു സഹകരണം ഭയങ്കര വലുതാണ്. കാണാനും പറ്റിയതിൽ വളരെ സന്തോഷം. പിന്നെ ഇതേപോലുള്ള യാത്രകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ഒരുപാട് സ്ഥലങ്ങൾ. ഇപ്പൊ ഞാൻ ഈ ഒരു ക്ലാസ്സിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു സ്ഥലങ്ങൾ കാണാൻ പറ്റില്ലായിരുന്നു. അത് എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യമാണ്. അപ്പൊ സാറിനെ പരിചയപ്പെടാനും പറ്റിയതിലും വളരെ സന്തോഷം. രഞ്ജിത്ത് സാറ് എൻ്റെ അമ്മാവനെ പോലെ തന്നെ ഇരിക്കുന്നത്, സാറിന് പരിചയപ്പെടാൻ പറ്റിയത് വളരെ സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും ക്ലാസ്സിലേക്കുള്ള എല്ലാവരോടും ഇന്ന് ആണ് കുറച്ചുകൂടിയൊക്കെ എല്ലാവരുമായിട്ടൊക്കെ കൂട്ടുകൂടിയത്. ഞാൻ നേരത്തെ പുറയിൽ വന്നിരുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ എല്ലാവരുമായിട്ടൊക്കെ പരിചയമായി. അതൊരു ഭയങ്കര വലിയ സന്തോഷമാണ്. ഒരുപാട് ദൂരെ, അതായത് അടുത്തുള്ളവരാണെങ്കിൽ പോലും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാവരെയും ഒരു കുടുംബം പോലെയുള്ള അത്രയും സ്നേഹമായി. എന്നോട് എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണെന്ന് എനിക്ക് തോന്നുന്നു, ഫീൽ ചെയ്തു. എന്റെ ഭാഗത്ത് നിർത്തുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ. നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്ന നമ്മുടെ സാരഥികൾ, വണ്ടിയിൽ എല്ലാവരും കഴിയെ 2 പ്രാവശ്യം ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങളോട് ഞാനൊരു കാര്യം പറയുകയാണ്. ഞാൻ ഒരിക്കലും ഇന്ന് വരാൻ പറ്റുമെന്ന് 1% പോലും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ കണിച്ചുകുളങ്ങരയിൽ നിന്ന് വീട്ടിൽ വന്ന് 2 ദിവസത്തിന് മുമ്പ് തന്നെ ചുമയും പനിയുമായി ഒരു കാരണവശാലും എനിക്ക് എത്തിപ്പെടാൻ പറ്റില്ല. കാരണം വീട്ടിൽ നിന്ന് അവരെന്നോട് ചോദിച്ചു, ഈ ആളെങ്ങനെ ഈ പഠനയാത്രയ്ക്ക് പോകും? അപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ 2 ദിവസം അടുപ്പിച്ചു. മനോജ് സാറിന്, രഞ്ജിത്ത് സാറിന്, പ്രസാദ് സാറിന്, എൻ്റെ പ്രിയപ്പെട്ട പ്രസാദ് സാറിന് നമസ്തേ. എല്ലാ പ്രിയ സഹപാഠികൾക്കും നമസ്തേ. ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. യാത്രകളെ പ്രണയിക്കുന്നതിനെ പോലെ, സനിലെ പോലെ യാത്രകളെ പ്രണയിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഞാനൊരു വയസ്സായ സ്ത്രീയാണ്. ഞാൻ വയസ്സായ സ്ത്രീയാണ്. യാത്രകൾ 2 പ്രാവശ്യം നമ്മൾ പോയി. രണ്ട് തരത്തിലായിരുന്നു. ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് 2 യാത്രകളും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓരോ യാത്രയ്ക്ക് അതുപോലെ തന്നെ ഇതാവണമെന്നും ഇതുപോലെ അടുത്ത യാത്ര ആവണമെന്നൊന്നും പറയാൻ പറ്റില്ല.
ചെയ്ത കാര്യമാണ്. ഇന്ന് എനിക്ക് പാറയ്ക്കൽ പോയപ്പോൾ ആ ഒരു പുണ്യ തീർത്ഥം ആ വെള്ളമൊക്കെ കുടിച്ചപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. പക്ഷെ ആ സന്തോഷം എല്ലാം നിമിഷനേരം പോയി ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കും. ഇപ്പം പ്രധാനമായിട്ട് എനിക്ക് വരദരാജ് സാറിനോട് ഒരു പ്രത്യേകം നന്ദി പറയുന്നു. ഈ യാത്രയിൽ സാറിനെ കോർഡിനേറ്ററായിട്ട് ചാർജ് ഏൽപ്പിച്ചത് മുതൽ ഇപ്പോൾ വരെ ഏറ്റവും ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത ഏറ്റവും ഏറെ പ്രിയപ്പെട്ട വരദരാജ് സാറിന് എൻ്റെ പ്രത്യേകം ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ പറയുന്ന പ്രത്യേകം നന്ദി, അഭിനന്ദനങ്ങൾ. ഓരോ സ്ഥലത്തെക്കുറിച്ചും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന വിധത്തിൽ വീഡിയോ ഒക്കെ അയച്ചു തന്ന് വിവരണമൊക്കെ പേഴ്സണലായിട്ട് ഗ്രൂപ്പിലൊക്കെ അയച്ചു തന്ന് അത് പഠിച്ചിട്ട് നമ്മൾ യാത്രയ്ക്ക് വരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഏകദേശം നമ്മളൊരു കാഴ്ചപ്പാടോടുകൂടിയായിരുന്നു വന്നത്. പോയ ഒരു സ്ഥലത്തും കുമരകം അല്ലാതെ ഒരു സ്ഥലത്തും ഞാൻ പോയിട്ടില്ല. അപ്പൊ നമുക്കതുകൊണ്ട് സാറിന് ഒരു പ്രത്യേകം നന്ദി കൂടെ പറയുന്നു. കൂടെ വന്ന പഠിതാക്കൾക്കും അധ്യാപകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ അധ്യാപകരെ പ്രസാദ് സാർ, മനോജ് സാർ, പിന്നെ നമ്മുടെ എല്ലാ സഹായമായി നിൽക്കുന്ന കോട്ടയം പഠന കേന്ദ്രത്തിലെ സജീഷ്, എല്ലാ പഠിതാക്കൾക്കും എൻ്റെ നമസ്തേ. ഞാൻ കഴിഞ്ഞ പഠനയാത്രയിൽ ഞാൻ വന്നില്ലായിരുന്നു. അതിനെക്കുറിച്ചുള്ള അനുഭവങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അടുത്ത പഠനയാത്രയ്ക്ക് എന്തായാലും ഞാനുണ്ടാകും. ഞാൻ ശരിക്കും യാത്ര വളരെയധികം ഒരു പഠിതാവെന്നുള്ള നിലയിൽ എനിക്ക് വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഗുരുദേവന്റെ കൃതികളും ഗുരുദേവ ക്ഷേത്രത്തിലൊക്കെ പോയി ഞാൻ പ്രാർത്ഥിക്കാറുണ്ടെങ്കിലും ഇതിന്റെ അർത്ഥങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നാമൊക്കെ ചൊല്ലി ഇങ്ങോട്ട് പോരുന്നുള്ളതല്ലാതെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയൊന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ല. അതൊക്കെ ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് എനിക്ക് അതൊക്കെ കുറച്ചെങ്കിലുമൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചത്. തികച്ചും ഒരു മാർക്സിസ്റ്റ് പാർട്ടി കുടുംബത്തിലേക്കാണ് ഞാൻ കടന്നത്. വിഗ്രഹാരാധനയൊക്കെ എതിർത്തുകൊണ്ട് ഗുരുദേവനിൽ മാത്രം വിശ്വാസം അർപ്പിക്കുന്ന ഒരു വീടായിരുന്നു ഗുരുദേവ കൃതികളിലൂടെ ഗുരുദേവനെ മനസ്സിലാക്കൂ. അതുപോലെ തന്നെ എന്നോട് പറയും ഗുരുദേവന് കൃതികളിലൂടെ പഠിച്ചിട്ട് ഗുരുദേവനെ അറിഞ്ഞിട്ട് കാര്യമില്ല, അതുപോലെ തന്നെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സും കൂടി നിങ്ങൾ കാണിക്കണം. അതായത് ഞാൻ അവിടുത്തെ യൂണിറ്റിന്റെ കൺവീനറാണ്. അപ്പൊ ഞങ്ങള് വളരെയധികം ആൾക്കാർ കുറവാണ് ഞങ്ങളുടെ യൂണിറ്റിൽ. അപ്പൊ അവരെയൊക്കെ കൂടുതലായിട്ട് ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്ന് ഗുരുദേവന്റെ കൃതികളൊക്കെ അവന്റെ അർത്ഥങ്ങളും ആഴങ്ങളും നമ്മൾ പറഞ്ഞവരെ മനസ്സിലാക്കണമെന്നൊക്കെ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതിനായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് ഗുരുദേവൻ അനുഗ്രഹം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ ഈ പഠനയാത്രയ്ക്ക് വളരെയധികം ചുക്കാൻ പിടിച്ച നമ്മുടെ വരദരാജ സാറിന് ഏറെ നന്ദി പറയുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ഗുരുദേവന്റെ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. കൂടാതെ നമ്മുടെ ഈ യാത്രയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഗുരുവിന്റെ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിവിടെ നിർത്തുന്നു. ചെമ്പഴന്തിയിൽ വയൽവാരം വീട്ടിൽ ഒരു പൂർണ്ണ തേജസ് ജാതനായി മാനവധർമ്മത്തിൻ മൂല്യങ്ങൾ നൽകി ആപാലനങ്ങും വളർന്നു വന്നു എൻ്റെ ശ്രീനാരായണ ഗുരുദേവൻ. നിർത്തുന്നു പാടിയാണ്. ശ്രീ പ്രസാദ് സാറാണ്. അതുപോലെ തന്നെ വളരെ നർമ്മത്തോടുകൂടി നമുക്ക് ഈ പഠനം വളരെ അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ വിശദീകരിച്ച് ഗ്രൂപ്പുകളിലും പേഴ്സണലായിട്ട് കറക്റ്റായിട്ട് വളരെ കൃത്യതയോടുകൂടിയാണ് അദ്ദേഹം അതെല്ലാം ചെയ്തത്. പക്ഷേ ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം ഞാനിവിടെ പറയുകയാണ്. വളരെ നന്നായിരുന്നു യാത്രയുടെ വിചാരം കൊണ്ട്. നല്ലൊരു പഠന യാത്രയായിരുന്നു. കഴിഞ്ഞ പഠനയാത്രയ്ക്ക് ഞാൻ ടീച്ചർ വെച്ച് കണ്ടിരുന്നു, പക്ഷേ വരാൻ പറ്റിയില്ല. അതൊരു നഷ്ടമായി പോയി.
വലിയൊരു നഷ്ടമായി എന്ന് തോന്നി. എങ്കിലും വരണം എന്ന് തീർച്ചപ്പെടുത്തി ഗുരുവിന്റെ അനുഗ്രഹം. ആദ്യത്തെ പഠനയാത്രയ്ക്ക് ചില അസൗകര്യങ്ങൾ മൂലം എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ പോയിട്ടുള്ള സ്ഥലങ്ങളായി തന്നെ ആയിരുന്നു, എങ്കിലും അതൊരു നഷ്ടമായിരുന്നു എന്ന് എൻ്റെ സഹപാഠികളുടെ വിവരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഇപ്പൊ രണ്ടാമത്തെ യാത്ര തീർച്ചയായും വളരെ മനോഹരമായ വ്യത്യസ്തമായ ഒരു അനുഭവമായി തന്നെയാണ്. ഓരോ നിമിഷവും ആസ്വദിച്ചാണ് കടന്നുപോയത്. ഭഗവാന്റെ പാദം പതിഞ്ഞ മണ്ണിലൂടെയുള്ള യാത്ര ഭക്തി കൊണ്ടും ഒപ്പം വളരെ രസകരമായും എല്ലാവരോടും വളരെ ആസ്വദിച്ച് തന്നെ കടന്നു പോവാൻ സാധിച്ചത് ഭഗവാന്റെ ഒരു അനുഗ്രഹമായി തന്നെയാണ് കരുതുക. പിന്നെ ഇതില് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഇതിന്റെ കോർഡിനേറ്ററായിട്ട് നിയമിതനായ നിമിഷം മുതൽ ഇതിനു വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ശ്രീ വരദരാജൻ സാറിനെ ഒരിക്കലും മറക്കാൻ പാടില്ല. നല്ലതല്ലൊരുവൻ ചെയ്ത് നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതെല്ലാം മറന്നിടുന്നത് ഉത്തമം എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ ആ ക്ഷേത്രങ്ങളെ പറ്റി